ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതുതായിട്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിൻ്റെ ഒരു ടോപ്പിക്കിൽ പുതുതായിട്ട് ആഡ് ചെയ്തൊരു ഭാഗമാണ് നമ്മുടെ ഈ പറഞ്ഞ ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയും മാനേജ്മെൻറ്റും അതുപോലെ ബേസിക് ബ്രീഡ്സ് കാര്യങ്ങളെല്ലാം അല്ലേ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ അതിനകത്ത്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മളൊരു പക്ഷേ നിരന്തരം കാണുന്നതും കേൾക്കുന്നതും വീട്ടിൽ വളർത്തുന്നതും ഫ്രണ്ട്സിൻ്റെ വീട്ടിലുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ബ്രീഡ്സും കാര്യങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അതിനെയെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുന്നു, നമ്മളൊന്ന് അടുക്കി വെക്കുന്നു, PSC പരീക്ഷയിലെ ഒരു ചോദ്യത്തിന്റെ മാർക്കാക്കി മാറ്റുന്നു. ഇത് മാത്രമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അവിടെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിക്കും. അപ്പോൾ അത് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ് കേൾക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിൽ പതിഞ്ഞിരിക്കും, ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏകദേശം 1 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ ഫോണ് DND ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലേക്ക് മാറ്റുക. അതിനുശേഷം മാത്രം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് വാം വെൽക്കം ടു ഡോഗ് ബ്രീഡ്സ് അല്ലേ, ഡോഗുകളുടെ ബ്രീഡ്സിലേക്ക് സ്വാഗതം. ബ്രീഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എത്ര ബ്രീഡ്സ് പഠിച്ചിട്ടുണ്ടോ? ഒത്തിരി ഇൻഡിജിനസ് ബ്രീഡുകളും, അതായത് നമ്മുടെ ക്യാറ്റില്, അതുപോലെ ബഫല്ലോ, ഗോട്ട്, അതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബ്രീഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ബ്രീഡ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, ഒരു ഇനമാണല്ലേ, ഇനത്തെ നമ്മൾ ബ്രീഡ് എന്ന് വിളിക്കുക. അപ്പോൾ അതിനകത്ത് എപ്പോഴും ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കോമൺ ആയിട്ടുള്ള ഒറിജിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രീഡിങ് ഹിസ്റ്ററി അതിനകത്ത് ഉണ്ടായിരിക്കും അല്ലേ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടികൾ നമ്മൾ കണ്ടുവരുമ്പോഴത്തേക്കും ഒരു പഗ്ഗിനെ നമ്മളെടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നു. അതേസമയം ഒരു ഗ്രേറ്റ് ഡെയിൻ എന്ന് പറയുന്ന നായയെ നമ്മൾ അടുത്ത് നിർത്തിയിരിക്കുന്നു. ഗ്രേറ്റ് ഡെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊന്ന് ഉയർന്നു നിന്നാൽ 7 അടി പൊക്കത്തിൽ വരെ എത്താൻ പറ്റുന്ന അത്രയും ഹൈറ്റ് ഉള്ള ഒരു ഡോഗാണ് ഗ്രേറ്റ് ഡെയിൻ എന്ന് പറഞ്ഞ ഡോഗ്. ഇത് രണ്ടും ഒരൊറ്റ സ്പീഷീസിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരൊറ്റ അനിമൽ ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ജനിതകപരമായിട്ട് ഒരു അനിമൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോടെ? വലിയ ബുദ്ധിമുട്ടാണല്ലേ അല്ലേ, ബുദ്ധിമുട്ടാണ് പൊതുവേ. പക്ഷേ മക്കളെ, ഇതെല്ലാം മനുഷ്യൻ അവൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും ആവശ്യങ്ങൾക്കും വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള അനിമൽസിനെ ബ്രീഡ് ചെയ്ത് വികസിപ്പിച്ചെടുത്ത ബ്രീഡുകൾ മാത്രമാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. ഏറ്റവും ആദ്യം അതായത് ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യനോടൊപ്പം കൂടി വളരാൻ വേണ്ടി തീരുമാനിച്ച ഒരു മൃഗമാണ് ആര്? നമ്മുടെ ഈ പറഞ്ഞ ഡോഗ്. അതായത് ഏറ്റവും ആദ്യം ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ട അനിമൽ ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഡോഗാണ്. അതായത് പ്രാചീന മനുഷ്യന്റെ ശിലായുഗ ചിത്രങ്ങളിൽ ഗുഹയ്ക്ക് പുറത്ത് ഇറച്ചി കഷ്ണങ്ങൾക്ക് വേണ്ടി കാത്തു നിന്നിരുന്ന ഒരു ചെന്നായിൽ തുടങ്ങുന്നു ആരുടെ ഉത്ഭവം? നമ്മുടെ ഈ പറഞ്ഞ ഡോഗുടെ ഉത്ഭവം. അതിനുശേഷം മനുഷ്യൻ അവൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവൻ്റെ ടോയ് പർപ്പസിന് വേണ്ടിയിട്ട്, വർക്ക് പർപ്പസിന് വേണ്ടിയിട്ട്, അതാണ് സ്നിഫിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാവൽ നായായിട്ട്, അതിനെല്ലാം വേണ്ടിയിട്ട് അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ബ്രീഡുകൾ ജനറേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രീഡ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ബ്രീഡ്സ് തന്നെയാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പഠിക്കേണ്ടി വരുന്നില്ല. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നു. ഒരു പക്ഷേ ഒരു ഇനം എന്ന നിലയ്ക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള സാധനമാണ് അൾസേഷ്യൻ നായ ഉള്ള വീടെന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം പൈസയുള്ള വീട്ടിലാണ് അന്ന് അൾസേഷ്യൻ നായ ഉള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് ഏകദേശം 10, 20, 30ഓളം വർഷത്തിന് മുന്നേ കേട്ടോ. അപ്പോൾ 30-32 വർഷത്തിന് മുന്നേ അൾസേഷ്യൻ നായ നമ്മളെ സംബന്ധിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നായ തന്നെയായിരുന്നു. അപ്പോൾ അൾസേഷ്യൻ അതിന്റെ ശരിക്കുള്ള പേര് അല്ലെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡ് ആണ് എന്ന് നമുക്ക് അറിയില്ല. നോക്കാം, പേര് തന്നെയുണ്ട് ജർമ്മൻ ഷെപ്പേർഡ്. ഒറിജിൻ എവിടെയാണ്? ജർമ്മനി. ഒരിക്കലും ഇത് ചോദിക്കില്ല കേട്ടോ, ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒറിജിൻ ഒന്നും ചോദിക്കില്ല. പകരം അൾസേഷ്യന്റെ ഒറിജിൻ എന്താണെന്ന് ചോദിക്കാം അല്ലെ. അൾസേഷ്യൻ നായയുടെ ഒറിജിൻ ആണെന്ന് ചോദിക്കാം. ഒറിജിൻ എന്ന് പറയുമ്പോൾ എവിടെയാണോ അത് ഉരുത്തിരിഞ്ഞു വന്നല്ലേ അതിനെ ക്രിയേറ്റ് ചെയ്തത്, ആ സ്ഥലം ജർമ്മനിയിലാണ് അല്ലേ. നോക്കാം, ഏത് ക്ലാസ് ഓഫ് ആനിമൽ ആണെന്ന് ചോദിച്ചാൽ അത് ഹേർഡിങ് ആനിമൽ ആണ്. അത് ആട് മേയ്ക്കാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത, ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആട്ടിടയന്മാരുടെ സഹായിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആനിമലാണ് എന്ത്? അൾസേഷ്യൻ നായ. മറന്നു പോകരുത്, ഒരു ഹേർഡിങ് അനിമലാണ്. ആട്ടിടയന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ നായ എന്താ ചെയ്യുന്നത്? നായ ഇങ്ങനെ എൻ്റെ കൂടെ പോവല്ലേ, അങ്ങോട്ട് ഓടിപ്പോണെങ്കിൽ അതിനെങ്ങനെ കറക്റ്റ് ചെയ്യാനും, അതുപോലെ ഇൻ കേസ് വേറെ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാനും, അതുപോലെ യജമാനെ അറിയിക്കാനുമുള്ള ഒരു കാവൽ നായയായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത നായയാണ് എന്ത്? നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ്. ഇനി പ്രധാനമായിട്ട് എൻ്റെ ക്യാരക്ടേഴ്സ് നോക്കി വെക്കാം. ക്യാരക്ടേഴ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എവിടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. ഒറിജിൻ ജർമ്മനി, ജർമ്മൻ ഷെപ്പേർഡ്, അൾസേഷ്യൻ അല്ലെ. അൾസേഷ്യന്റെ ഒറിജിൻ എവിടെയാണ് ചോദിക്കാം? ജർമ്മനി. ഇനി ഈ പറഞ്ഞ അൾസേഷ്യൻ ഏത് ക്ലാസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡോഗ് ആണെന്ന് ചോദിക്കാം. ഇറ്റ്സ് എ ഹേർഡിങ് അല്ലെ, ഹേർഡിങ് ആയിട്ടുള്ള ഹേർഡിങ് ഡോഗ് ആണ്, ഹേർഡിങ് ക്ലാസ്സിൽ വരുന്ന ഡോഗ് ആണെന്നുള്ള കാര്യം
ഓർത്തു വയ്ക്കുക. നോക്കാം, ഒരു ചെന്നായയുടെ ഏകദേശ രൂപമെല്ലാം ഉണ്ടല്ലേ, കണ്ടില്ലേ? ഒരു ചെന്നായനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, ചെന്നായല്ലേ സാധാരണ നമ്മൾ ആട്ടിൻകൂട്ടത്തിന്റെ എല്ലാം പിന്നാലെ വരുന്നത് അല്ലേ? അപ്പൊ ആ ചെന്നായെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി രൂപവൽക്കരിച്ച് അല്ലെങ്കിൽ അതിന് രൂപം കൊടുത്തൊരു നായയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നോക്കാം, എന്താ ക്യാരക്ടർ? ദേ ആർ ലാർജ് സൈസർ, നമുക്ക് അറിയാം. അൾസേഷൻ വലുതാണ്, നമുക്കറിയാം. ആരും ശാംസാർ പഠിപ്പിച്ചിട്ട കാര്യമില്ല, ഇല്ലല്ലോ. ദേ ആർ ജെന്റിൽ, ഇന്റലിജന്റ് ആൻഡ് അജയിൽ. ഇതുകൊണ്ടാണ് ഇവ എപ്പോഴും ഒരു പോലീസ് പട്ടിയായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഇവ ഇന്റലിജന്റ് ആണ്. നമ്മുടെ CID മൂസ സിനിമയിൽ അർജുനില്ലേ, അർജുൻ അൾസേഷൻ ഇനത്തിൽപ്പെട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ എ ഡോംഡ് ഫോർഹെഡ്, ലോങ് സ്ക്വയർ കട്ട് മസിൽ ആൻഡ് ബ്ലാക്ക് നോസ് അല്ലേ. അപ്പോൾ നോക്ക, ഡോംഡ് ആയിട്ടുള്ള, ഡോംഡ് അല്ല കേട്ടോ, ഡോംഡ് ഫോർഹെഡ് ആണ്. ഡോംഡ് ഫോർഹെഡ് ഡോം എടുത്ത് കമത്തി കണക്കുള്ള ഒരു ഫോർഹെഡ്, നെറ്റിത്തരം. അതുപോലെ ലോങ് സ്ക്വയർ കട്ട് മസിൽ ആൻഡ് ബ്ലാക്ക് നോസ്, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, അപ്പർ ലിപ്പിനും അതുപോലെ നോസിന്റെ ഭാഗത്തോട് ചേർന്ന ഭാഗമാണ് മസിൽ അല്ലെ. ഒരു ലോങ് സ്ക്വയർ കട്ടായിട്ടുള്ള മസിലാണുള്ള ബ്ലാക്ക് നോസ്, കറുത്ത മൂക്ക് തന്നെയാണ്. ഇതൊന്നും അങ്ങനെ എടുത്ത് ചോദിക്കില്ല കേട്ടോ, നിങ്ങളത് കേട്ടിരുന്നാൽ മാത്രം മതി, അല്ലെങ്കിൽ തന്നെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ലാർജ് സൈസ്, ജെന്റിൽ, ഇന്റലിജന്റ് ആൻഡ് അജൈൽ അല്ലേ. ലാർജ് സൈസ് വലുതാണ്, ബുദ്ധിയുണ്ട് അല്ലേ. ജെന്റിലാണ്, വളരെ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല. പിന്നെ ഇതിന് അജൈലാണല്ലേ, എത്ര പെട്ടെന്ന് മൂവ് ചെയ്യാനും ചാടാനും ഓടാനും അതുപോലെ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യാനൊക്കെ ഉള്ള ശേഷി അവന് ഉണ്ട് അല്ലേ. അതുപോലെ ഇയേഴ്സ് ആർ ലാർജ് ആൻഡ് സ്റ്റാൻഡ് ഇറക്റ്റ്, വളരെ വലിയ ഇയർ ആണ്, അതുപോലെ പൊന്തി ഇങ്ങനെ ഇരിക്കുന്ന ഇയർ ആണ്, അത് പ്രത്യേകം എടുത്തു പറയുക. ഇയേഴ്സ് ആർ ലാർജ് ആൻഡ് സ്റ്റാൻഡ് ഇറക്റ്റ്. ബാക്കിയുള്ള പല ബ്രീഡ്സിനും ഇത്തരത്തിലുള്ള ഇയേഴ്സ് ഇല്ല, വളരെ കുറച്ച് ബ്രീഡ്സിന് മാത്രമേ ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ തന്നെയാണ് കേട്ടോ. കാരണം അതിൻ്റെ ലുക്ക് അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സാധനമാണ്. അതുപോലെ ടെയിൽ ഈസ് ബഷി ആൻഡ് റീച്ചസ് ടു ദ ഹോക്ക്, അതായത് ടെയിൽ എന്ന് പറയുമ്പോൾ ഒരു ബഷ്, ഇത് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ എന്താണ്, ഇങ്ങനെ രോമ ഇങ്ങനെ ഒരു ബഷ് പോലെ അല്ലേ, ഒരു കുറ്റിക്കാട് പോലെയാണ് ടെയിൽ കിടക്കുന്നത്. അതുപോലെ ഈ ഹോക്ക് ജോയിന്റ്, ഈ ജോയിന്റ് കേട്ടോ, ഈ ജോയിന്റ് വരെ ടെയിൽ എത്തും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഇല്ല. ഈ പട്ടിയുടെ പടം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ദേ ഹാവ് ഡബിൾ ഹെയർ കോട്ട്. ശ്രദ്ധിക്കുക, ജർമ്മൻ ഷെപ്പേർഡിന് ഡബിൾ ഹെയർ കോട്ട് ഉണ്ട് കണ്ടോ. അതാ ഇവിടെ ഒരു ഹെയർ കോട്ട് കളറും ഇവിടെ ഒരു ഹെയർ കോട്ട് കളറും അല്ലെ. അതുപോലെ കളർ നോക്കാം, ദ ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് വേരീസ് ഇൻ കളർ ആൻഡ് മോസ്റ്റ് കളേഴ്സ് ആർ പെർമിസിബിൾ. ആർക്ക് പെർമിസിബിൾ? ഇൻ ടേംസ് ഓഫ് ബ്രീഡ് അല്ലേ. മിക്കവാറുള്ള എല്ലാ കളറും, ഒരു ബ്ലാക്ക് കലർന്ന കളറുണ്ട്, അങ്ങനെ പല കളറും ഉണ്ട്. മോസ്റ്റ്ലി ടാൻ വിത്ത് ബ്ലാക്ക് സാഡിൽ കണ്ടോ. മിക്കവാറും ജർമ്മൻ ഷെപ്പേർഡ് ഈ ടാൻ കളർ വിത്ത് ബ്ലാക്ക് സാഡിൽ, അതാണ് ഡബിൾ കോട്ട് വരുന്നത്. അതുപോലെ പെയിൽ ആൻഡ് ഫെയ്ഡഡ് കളേഴ്സ് ആർ സീരിയസ് ഫോൾട്ട്സ് ആൻഡ് വൈറ്റ് ഡോഗ്സ് ആർ ഡിസ്ക്വാളിഫൈഡ്. കണ്ടോ, പെയിലായിട്ടുള്ളതും അതുപോലെ ഫെയ്ഡ് കളേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിഫറൻസ് എപ്പോഴും കളറിലുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഭാഗത്ത് കുറച്ചുകൂടെ ഡാർക്കിഷ് ആയിട്ടുള്ള കളറായിരിക്കും വരുന്നത്, ഈ വൈറ്റ് ഇല്ലാതെ കാണപ്പെടാം. എന്നാൽ കൂടിയും പെയിലായിട്ടുള്ള കളറ്, അങ്ങനെയുള്ള കളർ ഫാൾട്ട് തന്നെയാണ്. പക്ഷേ അതേസമയം വൈറ്റ്, ഫുൾ വൈറ്റ് ആണെങ്കിൽ അതിനെ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് വിളിക്കാൻ കഴിയില്ല. ഉറപ്പാണ്. അതായത് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ വൈറ്റ് ആകില്ല, വൈറ്റ് ആനിമൽസിനെ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഡിസ്ക്വാളിഫൈഡ് എന്ന് വിളിക്കുന്നത്. ലൈഫ് സ്പാൻ ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് 7 മുതൽ 10 വർഷം. ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം ഇതാണ്, എന്താണ്, വൈറ്റ് ഡോഗ്സ് ആർ ഡിസ്ക്വാളിഫൈഡ് ഇൻ ടേംസ് ഓഫ് എന്താ നമ്മൾ ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡ് എടുത്തു കഴിഞ്ഞാൽ വൈറ്റ് ഡോഗ്സിനെ ജർമ്മൻ ഷെപ്പേർഡ് അംഗീകരിക്കില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ദേ ആർ ഹേർഡിങ് അല്ലെ. അത് ചെന്നായെ പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആട്ടിടയന്മാരൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത ബ്രീഡാണ്. ഒറിജിൻ ജർമ്മനി അല്ലെ. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, ചിത്രം മാത്രം ഒന്ന് മനസ്സിൽ കണ്ടുവയ്ക്കുക. കളർ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ഡബിൾ കോട്ടഡ് അനിമൽസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഡബിൾ കോട്ട് ഉണ്ട്, 2 കളറുണ്ട്. സാധാരണ ഒരു ടാൻ കളറും അതുപോലെ ബാക്കിൽ എന്തുണ്ടായിരിക്കും, ഒരു ബ്ലാക്ക് സാഡിലും ഉണ്ടായിരിക്കും അല്ലേ. അതേപോലെ വൈറ്റ് ഡോഗ്സ് ആർ ഡിസ്ക്വാളിഫൈഡ്. ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടെ പറയാം, എന്തൊക്കെ ഓർത്ത് വയ്ക്കണം? ദേ ആർ ഹെർഡിങ് ആനിമൽസ് ഓർത്ത് വയ്ക്കണം, ജർമ്മനിയാണ് ഒറിജിൻ ഓർത്ത് വയ്ക്കണം. കളർ എടുത്ത് പറയുമ്പോഴത്തേക്കും വൈറ്റ് ഡോഗ്സ് ആർ ഡിസ്ക്വാളിഫൈഡ്. ബാക്കി കളർ നമ്മുടെ മനസ്സിൽ ഉണ്ട് അല്ലേ. ഇനി ഇതിന്റെ യൂട്ടിലിറ്റി നോക്കാം. ദേ ആർ ഓൾസോ കാൾഡ് അൾസേഷൻ, നമുക്കറിയാം. അതുപോലെ ദേ ആർ ഫിയർലെസ് ബട്ട് നോട്ട് ഹോസ്റ്റൈൽ. അവർ എന്താണ്, പേടിയില്ലാത്ത അനിമലാണ്, പക്ഷെ ഹോസ്റ്റൈൽ അല്ല. അത്ര കണ്ട് ശത്രുത വെച്ച് പുലർത്തുകയോ അല്ലെങ്കിൽ അത്രയും ആക്രമിച്ചവനെ കൊന്നുകളയാൻ അങ്ങനെ ഒരു
വൃത്തികെട്ട അനിമൽ അല്ല കേട്ടോ. എന്നാൽ അങ്ങനെ അനിമൽസ് ഉണ്ട് കേട്ടോ. കാരണം പിറ്റ് ബുള്ള് പോലുള്ള അനിമൽസിനെയൊക്കെ നമുക്ക് ഇന്ത്യയിൽ നിരോധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതുപോലെ റോട്ട് വെയിലറൊക്കെ എനിക്ക് തോന്നുന്നു നിരോധനത്തിൻ്റെ വക്കിലാണെന്ന് തോന്നുന്നു. പല ഡോഗ് ബ്രീഡ്സിനെയും ഇതുപോലുള്ള ഈ ഹോസ്റ്റിലിറ്റി കാരണം, ഇതുപോലെ ശത്രുതാ മനോഭാവം കാരണം, അല്ലെങ്കിൽ മനുഷ്യനെ അതുപോലെ മാരകമായ മുറിവേൽപ്പിക്കുന്നത് കാരണമൊക്കെ അങ്ങനെയുള്ള പല ബ്രീഡിനെ ഇപ്പോൾ നിരോധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെയാണ് നമുക്കറിയാമല്ലോ. നോക്കാം. എന്താ യൂട്ടിലിറ്റി എന്താണ്? ഓൾസോ കാൾഡ് അൾസേഷൻ ആൻഡ് ദേ ആർ ഫിയർലെസ് ബട്ട് നോട്ട് ഹോസ്റ്റൈൽ. എ കീൻ സെൻസ് ഓഫ് വിജിലൻസ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ആസ് എ പോലീസ് ഡോഗ്. കണ്ടോ, ഒരു പോലീസ് ഡോഗായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അനിമൽസിൽ ഒന്നാണ് എന്താ നമ്മുടെ ഈ പറഞ്ഞ ജർമ്മൻ ഷെപ്പേർഡ് അല്ലെങ്കിൽ അൾസേഷൻ എന്ന് പറയുന്ന നായ. നമ്മുടെ ദിലീപ് ഏതിലാണ് നമ്മുടെ CID മൂസിൽ കൊണ്ടു നടക്കുന്ന നായ അല്ലേ. അതുപോലെ വൺ അമംഗ് ദ ബെസ്റ്റ് വർക്കിംഗ് ഡോഗ്സ്. ഇതൊന്നും ഇങ്ങനെ കാണാൻ പഠിച്ചു വെക്കേണ്ട, നല്ല വർക്കിംഗ് ഡോഗാണ്. ക്യാൻ ബി ട്രെയിൻഡ് ടു ഡു എനിത്തിങ്. എന്ത് കാര്യം ചെയ്യാനും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അനിമലാണ്. അതുപോലെ ഗൈഡ് ആൻഡ് അസിസ്റ്റൻസ് വർക്ക് ഫോർ ദ ഹാൻഡിക്യാപ്ഡ്. കണ്ടോ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഈ കണ്ണ് കാണാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇടയ്ക്ക് ദിലീപിൻ്റെ വേറെ പടം ഉണ്ടായിരുന്നില്ല, മറ്റേ ഡയാന എന്ന് പറഞ്ഞ പട്ടിയിലെ പടം അല്ലേ. അതിനകത്ത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കണ്ണ് കാണാത്ത ഒരു കുട്ടിക്ക് വഴികാട്ടിയായിട്ട് ഒരു നായ പോകുന്നുണ്ട് അല്ലേ. അത് ബെർണാഡാണ്, സെൻറ്റ് ബെർണാഡ് എന്ന ഒരു ബ്രീഡിൻ്റെ പേര്, സെൻറ്റ് ബെർണാഡ്. ഇതിനേക്കാളും വളരെ വലിയൊരു ബ്രീഡാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സിംഹം നടന്നു വരുന്ന പോലെ തോന്നും, സെയിൻറ്റ് ബെർണാഡ്. അപ്പോൾ അതുപോലെയുള്ള യൂസിന് ഇത് പറ്റും കേട്ടോ. ഗൈഡ് ആൻഡ് അസിസ്റ്റൻസ് വർക്ക് ഫോർ ദ ഹാൻഡിക്യാപ്ഡ്. അതുപോലെ പോലീസിന്, മിലിറ്ററി സർവീസിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഹേർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സെർച്ച് ആൻഡ് റെസ്ക്യൂ അല്ലേ. സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ വയനാട്ടിലുണ്ടായത് ലാൻഡ് സ്ലൈഡ് ഒക്കെ കഴിഞ്ഞ് ഒരു 6, 7, 8 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും കഡാവർ ഡോഗ്സിനെ കൊണ്ടുവന്നു. എന്താണ്, മൃതശരീരം മണം പിടിച്ച് കണ്ടുപിടിക്കാൻ ശേഷിയിട്ടുള്ള, കഡാവർ എന്ന് പറയുമ്പോഴത്തേക്കും മൃതശരീരമാണ് അല്ലേ. അതായത് നമുക്ക് മരിച്ചുപോയ മൃതശരീരം കഡാവർ എന്ന് വിളിക്കുക. അപ്പോൾ കഡാവർ ഡോഗ്സിനെ കൊണ്ടുവന്നിട്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂവിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രഗ് ഡിറ്റക്ഷൻ അല്ലേ, മരുന്ന് അത് കണ്ടുപിടിക്കുക. അതുപോലെ അതിൻ്റെ ഫെയ്ത്ത്ഫുൾ കമ്പാനിയൻ ആൻഡ് ഫാമിലി ഡോഗ്. അതുപോലെ ഈ പറഞ്ഞ നമ്മുടെ മരുന്നെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, നമ്മുടെ മയക്കുമരുന്ന് കണ്ടെത്താൻ വേണ്ടിയും ഒക്കെ ഇതിനെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇതല്ലാത്തതൊന്നും ചോദിക്കുകയല്ല, അതിന് മാത്രമൊന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും വരികയല്ല. ഇനി നമുക്ക് ലാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ലാബ്രഡോർ റിട്രീവർ എന്നാണ് ഇതിൻ്റെ പേര് എന്ന് വെച്ചാൽ. ഈ പട്ടി നമുക്ക് സുപരിചിതരല്ലേ ഇപ്പോൾ ആണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ അത്യാവശ്യം പരിചയമായി തുടങ്ങിയത് ഏകദേശം ഒരു 10-15 വർഷം ആ ഒരു സമയത്തൊക്കെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 30 വർഷത്തെ പഴക്കമുണ്ട് ഞാനും ജർമ്മൻ ഷെപ്പേർഡ് ബന്ധു. കാരണം ഞാൻ പണ്ട് കൊച്ചു നല്ല 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പാല് മേടിക്കാൻ പോകുന്ന വീട്ടിൽ എന്തുണ്ടായിരുന്നു, ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. അതിങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു ഒരു കൂട്ടിൽ, ഭയങ്കര കുരയായിരുന്നു. എനിക്ക് അതിൻ്റെ ഓർമ്മ. പിന്നെ ഇതിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഏജ് എനിക്കറിയില്ല, മേ ബി നമുക്കിതിൻ്റെ ഒരു ഓർമ്മ നിങ്ങളൊന്ന് പുതുക്കി വയ്ക്കുക. ലാബ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കണ്ടാൽ ഒരു വലിയ പട്ടി നടന്ന് ഓടി വരുന്ന പോലെ തോന്നുമെങ്കിൽ കൂടിയും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, നല്ല ഒരു ആർക്ക് വേണോ പറ്റിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സാധാരണ ബുദ്ധിയൊക്കെ ഉള്ളൊരു അനിമലാണ്. പറ്റിക്കാൻ പറ്റുന്ന ബുദ്ധിയില്ലായ്മയല്ല, അത്രയും സ്നേഹമുള്ളൊരു അനിമലാണ് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒറിജിൻ പഠിച്ചു വെച്ചേക്കണം ലാബിൻ്റെ, ചോദിക്കും കേട്ടോ. കാര്യം ലാബ്രഡോർ റിട്രീവർ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ കണക്ഷൻ ക്ലൂ ടു ദ ഒറിജിൻ അല്ലേ. അതുകൊണ്ട് തന്നെ കാനഡ ആൻഡ് ഇംഗ്ലണ്ട് ആണ് ലാബ്രഡോറിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ടൈപ്പ് ഓർ ക്ലാസ് എന്ന് പറയുമ്പോൾ ഹേർഡിംഗ് ഒന്നുമല്ല, സ്പോർട്ടിംഗ് ആണ്. കാരണം എന്താ, ഹേർഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ചെന്നായൊക്കെ വന്ന് അവൻ്റെ അടിച്ച് നിൽക്കാനുള്ള ശേഷി ഒന്നുമില്ല. സ്പോർട്ടിംഗ് നായാണ്, അതായത് ബാക്കിയുള്ള എല്ലാ പരിപാടിക്കും അവൻ നിൽക്കും. കാര്യം ഒരു പന്തെടുത്ത് എറിഞ്ഞാൽ തിരിച്ചു വിടും. അങ്ങനെ എന്ത് സ്പോർട്സിനും ആ ഒരു സ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റുള്ള സാധനമാണ്. ക്യാരക്ടർ നോക്കാം, മീഡിയം ടു ലാർജ് സൈസ്ഡ്, ജെന്റിൽ. ശ്രദ്ധിക്കാം, അത് വളരെ ജെന്റിലാണ്. പെട്ടെന്ന് ആൾക്കാരെ അങ്ങനെ പേടിപ്പിക്കാനില്ല. ഇൻ്റലിജൻറ്റ്, ബുദ്ധിയുണ്ട്. ഗുഡ് ടെമ്പേർഡ് ആൻഡ് അജൈൽ. ഗുഡ് ടെമ്പേർഡ്, നല്ല ദേഷ്യം വരെയൊന്നുമില്ല അളിയന് പെട്ടെന്ന്. നല്ല സന്തോഷത്തിൽ ഭയങ്കര വാലാട്ടി മേലൊക്കെ ഉരുമി നടക്കുന്ന സാധനമാണ്. അജയിലാണ്, പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. ദേ നീഡ് എക്സസൈസ് കേട്ടോ, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇവൻ പെട്ടെന്ന് പൊണ്ണത്തടിയനായി പോകും. അതായത് കറക്റ്റായിട്ട് എക്സസൈസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവൻ പെട്ടെന്ന് പൊണ്ണത്തടിയനായി പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ലാബ്രഡോറിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. വളർത്തുന്ന ആൾക്കാർ സൂക്ഷിക്കാം. അവന് ഒന്ന് കറങ്ങാനും പുറത്തിറക്കാനും ഒക്കെ കൊണ്ടുപോകണം. ഫുഡ് നന്നായിട്ട് ശ്രദ്ധിച്ചോണം. അങ്ങനെ ഇഷ്ടം പോലെ ഫുഡ് അവൻ അടിച്ച് കയറ്റും. അനങ്ങാതെ കിടക്കും. അനങ്ങാതെ കിടന്നാൽ അവൻ്റെ ശരീരം മോശമായി വരും കേട്ടോ. ഇനി കളർ നോക്കാം. ബ്ലാക്ക് ഉണ്ട്, കറുത്ത ലാബുണ്ടല്ലേ, ചോക്ലേറ്റ് ലാബുണ്ട്, ചോക്ലേറ്റ് കളറുണ്ട്, പെയിൽ ക്രീം കളർ. പ്രധാനമായിട്ട് ഈ 3 കളറാണുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ക്രീം കളർ ലാബാണ്.
എനി അതർ കളർ കോമ്പിനേഷൻ ഓഫ് കളർ ഇസ് എ ഡിസ്ക്വാളിഫിക്കേഷൻ. ഈ 3 കളർ അല്ലാതെ വേറെ ഏത് കളർ കോമ്പിനേഷനിൽ പറഞ്ഞാലും ഇത് ലാബ് എന്ന് പറഞ്ഞാൽ അവന്റെ ചെവിട് അടിച്ച് പൊട്ടിച്ചേക്കണം. അത് ലാബ് അല്ല, അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ലാബ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു പട്ടിയെ കൊണ്ട് വിൽക്കാൻ തരുന്നു, അതിന്റെ കളർ കറുപ്പും അല്ല ചോക്ലേറ്റും അല്ല ഈ കളറും അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ലാബല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ കളർ പഠിച്ചു വെച്ചേക്കണം. ഇത് പഠിക്കണം, നമുക്കറിയാം, നമ്മൾ മനസ്സിലുണ്ട് ഉണ്ടല്ലോ. ചോക്ലേറ്റ് കളർ ലാബ് കണ്ടില്ലേ നിങ്ങൾ? ചോക്ലേറ്റ് കളർ അല്ല കാപ്പിപ്പൊടി കളർ ലാബ്. കാപ്പിപ്പൊടിയാണ് നമ്മളെ മനസ്സിൽ വരുന്നത്. ചോക്ലേറ്റ് പോലെ ഡാർക്ക് ആയിട്ടുള്ള കളർ അത്. അതുപോലെ ബ്ലാക്ക് ഉണ്ട്, ഫുൾ ബ്ലാക്ക് ആയ ലാബുണ്ട്. പിന്നെ ഈ ക്രീം കളർ ലാബുണ്ട്. ബാക്കി ഏത് കളറിലാണെങ്കിലും അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. ദ ബോഡി ഷുഡ് ബി സ്ട്രോങ് ആൻഡ് മസ്കുലാർ വിത്ത് എ ലെവൽ ടോപ്പ് ലൈൻ അല്ലേ. മുകളിൽ ടോപ്പ് ലൈൻ ഉണ്ടായിരിക്കും, മസ്കുലർ ആയിട്ടുള്ള ബോഡി ആയിരിക്കും. ദ ഹെഡ് ഷുഡ് ബി ബ്രോഡ് വിത്ത് സ്ലൈറ്റ്ലി പ്രൊണൗൺസ്ഡ് ഐബ്രോസ്, ഷോർട്ട് ഡെൻസ് ഹെയർ കോട്ട് വിച്ച് ഇസ് വാട്ടർ റെസിസ്റ്റന്റ്. അതായത് ഐബ്രോസ് ചെറുതായിട്ടൊന്ന് ഉയർന്നിരിക്കുന്ന ഒരു സ്വഭാവം ഇതിനുണ്ട്. അതുപോലെ ഹെയർ കോട്ട് എപ്പോഴും വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഇവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ എന്താണ് ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നിങ്ങൾ ലാബ് കുളിച്ചതിന് ശേഷം ഒന്ന് കുടയുന്ന കണ്ടു അപ്പം തന്നെ അങ്ങ് ഉണങ്ങി കിട്ടും. അവൻ്റെ ഹെയർ കോട്ട് എന്താണ്? വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുപോലെ ടിപ്പിക്കൽ കൈൻഡ് ടെമ്പറമെന്റ് ആൻഡ് വാട്ടർ ലൈക്ക് ടെയിലർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് അതിന്റെ ടെമ്പറാമെന്റ് ഞാൻ പറഞ്ഞ സ്വഭാവം, അതായത് അത്രയും സോഫ്റ്റ് ആയിട്ട് ആൾക്കാരുടെ ഇടപെടാനും സ്നേഹിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. അത് ലാബിന്റെ ബ്രീഡ് തന്നെ ഉള്ള സ്വഭാവമാണ്. അതുപോലെ അതിന്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ ഓട്ടർ എന്ന് പറഞ്ഞ അനിമലിന്റെ ടെയിൽ പോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ ലൈഫ് സ്പാൻ നോക്കാം, 10 മുതൽ 13 വർഷമാണ്. ലൈഫ് സ്പാൻ കൂടെ ഒന്ന് എഴുതി വെച്ചേക്കണം നിങ്ങൾ കേട്ടോ, ഒന്ന് എഴുതി വെച്ചേക്കണം ലൈഫ് സ്പാനും കൂടെ. കാരണം അത് നമ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇനി അവനെടുത്ത് ചോദിക്കാൻ തോന്നിയാലോ അല്ലേ, ചോദിക്കാൻ തോന്നിയാലോ. അപ്പൊ എന്താ പഠിച്ചിരിക്കണ്ടേ? ലാബ് സ്പോർട്ടിങ് അനിമലാണ്. കാനഡ ആൻഡ് ഇംഗ്ലണ്ട് ഒറിജിൻ എന്ന് പറയുന്നത് 3 കളറാണ് പ്രധാനമായിട്ടുള്ളത്. അത് കഴിഞ്ഞ് വേറെ ഏത് കളറാണെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് അല്ലേ. ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 10 മുതൽ 13 വർഷം. ഇത്രയേ ഉള്ളൂ ലാബിനെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ ഇതിന്റെ മറ്റൊരു പേര് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് സെന്റ് ജോൺസ് ഡോഗ്. മറ്റൊരു പേരും കൊണ്ട് ശ്രദ്ധിച്ചു വെച്ചോളാം മക്കളെ. സെന്റ് ജോൺസ് ഡോഗ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ലാബ്രഡോർ ആണ്. സെന്റ് ജോൺസ് അല്ലേ, ഒരു സെന്റ് ജോൺസ് പുണ്യാളിനെ പോലെ ഇല്ല കണ്ടാല്. ഇല്ലേടാ, അത്രയും നല്ല ഓറയുള്ള അല്ലെ, നമ്മളെ കണ്ടാൽ സന്തോഷം തോന്നുന്ന അനിമൽ അല്ലേടാ? ആണ് അല്ലെ. അപ്പോ സെന്റ് ജോൺസ് ഡോഗ് എന്നും അറിയപ്പെടുന്നു ആര്? ലാബ്രഡോർ. അതുപോലെ നോക്കാം, എ ഡോഗ് ബ്രെഡ് ടു പെർഫോം ആൻ എഫിഷ്യന്റ് റിട്രീവർ അല്ലെ. പേര് തന്നെയുണ്ട്, ലാബ്രഡോർ റിട്രീവർ എന്ന അവന്റെ പേര്. റിട്രീവർ എന്ന റിട്രീവ് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക അല്ലെ. നമുക്ക് ആവശ്യമുള്ള സാധനത്തിനെ പോയി എടുത്തു കൊണ്ടുവരിക, റിട്രീവ് ചെയ്യാണ്ട്. ഇത് തന്നെ എന്തോ റിട്രീവ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ പന്തെടുത്ത് എറിഞ്ഞാൽ അത് പോയി തിരിച്ചു കൊണ്ടുവരിക. അതായത് നമ്മുടെ പുറം രാജ്യങ്ങളെല്ലാം ഹണ്ടിങ് ഒരു ഗെയിമായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഗെയിം ബേർഡ്സിനെല്ലാം ഹണ്ട് ചെയ്യും. നമ്മൾ ഇതിൻ്റെ കൊയിലിനെ പഠിച്ചില്ലടാ, കൊയിലിൽ തന്നെ ഗെയിം ബേർഡ്സ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ചില ബേർഡ്സ് ഉണ്ട്. നമ്മുടെ പല രാജ്യങ്ങളും ഇപ്പോഴും നിലവിൽ ഹണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും നിയമവിധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഏരിയ ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ, മനുഷ്യന്റെ അളവ് കുറവും മൃഗങ്ങളുടെയും കാടിന്റെ അളവും കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഹണ്ടിങ് ഒക്കെ ആൾക്കാർ വിനോദമായിട്ട് ചെയ്യുന്നുണ്ട്. വിനോദമായിട്ടും ആഹാരത്തിനൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിയമവിധേയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഈ ബേർഡിനെ എല്ലാം അമ്പ് ചെയ്തോ അല്ലെങ്കിൽ വെടിവെച്ചൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ പോയി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് പോയി നമുക്ക് എടുത്തുകൊണ്ട് തരും. ഇതാണ് റിട്രീവർ അല്ലേ. അതുകൊണ്ടാണ് ഇവനെ റിട്രീവർ എന്ന് വിളിക്കുന്നത്. നോക്കാം, എ ഡോഗ് ബ്രെഡ് ടു പെർഫോം ആസ് ആൻ എഫിഷ്യന്റ് റിട്രീവർ ഓഫ് ഗെയിം ബേർഡ്സ് വൈൽ ഹണ്ടിങ്. അതുപോലെ മോസ്റ്റ് പോപ്പുലർ ബീഡ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ലാബ്രഡോർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. മോസ്റ്റ് പോപ്പുലർ ബീഡ് എന്നുള്ള ഒരു സെന്റൻസ് നമ്മുടെ ടെക്സ്റ്റിൽ അവന്റെ യൂട്ടിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ നോക്കാം, ഐഡിയൽ അസിസ്റ്റൻസ് ഫോർ ഹാൻഡിക്യാപ്ഡ്, കൈയും കാലും വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഉള്ള സഹായിയായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ എന്താണ്? ട്രാക്കിംഗ് ആൻഡ് ഡിറ്റക്ഷൻ, എന്തെങ്കിലും സാധനത്തെ കാണാനും കണ്ടെത്താനും. അതുപോലെ ഇപ്പോൾ പോലീസ് ആയിട്ടൊക്കെ ലാബുണ്ട് അല്ലേ. അതുപോലെ വാട്ടർ റെസ്ക്യൂ വർക്ക്സ്, അതുപോലെ തെറാപ്പി വർക്കിലും ഹോസ്പിറ്റലിലും സ്കൂളിലൊക്കെ ലാബിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കമ്പാനിയനായിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ലാബ്രഡോർസ് ലൈക്ക് ടു ഈറ്റ് ആൻഡ് വിത്തൗട്ട് പ്രോപ്പർ എക്സസൈസ് ക്യാൻ ബിക്കം ഒബേസ്, ഓൾസോ ബിക്കം ലേസി അല്ലേ. അതായത് അവൻ ഇഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞു, തീറ്റി കൊടുത്താൽ അവൻ തിന്നുകൊണ്ടിരിക്കും. കറക്റ്റായിട്ട് ഇവനെ കൊണ്ടുപോയി നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് അല്ലെങ്കിൽ അവനെ നമ്മൾ പുറത്തുനിന്ന് നടത്താനോ ഓടിക്കാനോ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ ഇവ എന്താവും? മടിയനായിട്ട് മാറുകയും ചെയ്യും, തടിയനായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ലാബിൻ്റെ കുഴപ്പം. തടിയനായിട്ട് മാറിയ ലാബിനെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും, പക്ഷേ അവനത്ര നല്ലതല്ല, അവൻ മടിയനായി പോകും അല്ലേ. സാധാരണ ഈ അനിമൽ തടി വെച്ച് നല്ല കൊള്ളാവോ? തടിയൊക്കെ വേണം, പക്ഷേ ഓവറായിട്ട് ഒബേസ് ആയാൽ പ്രശ്നമാണ്. അതാണ് ഇതിനെ വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം. ചോദ്യം വരും, ശ്രദ്ധിച്ചോണം. ലാബിനെ വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കൃത്യമായിട്ടുള്ള
എന്ത് കൊടുക്കുക? എക്സർസൈസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം റോട്ട് വെയിലറും നമ്മൾ ഈ ലാബിൻ്റെ ആ ഒരു ടൈമിൽ തന്നെയാണ് ഇന്ത്യയിലേക്ക് വരികയും പ്രചാരത്തിൽ വരികയും ചെയ്യുന്നത്. അപ്പോൾ റോട്ട് വെയിലറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബ്രീഡിംഗ് ഹിസ്റ്ററി നോക്കിയാൽ ജർമ്മനിയാണ്. ജർമ്മനിയിൽ നാസികളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ വികസിപ്പിച്ചെടുത്ത നായയാണെന്ന് പറയപ്പെടുന്നുണ്ട് റോട്ട് വെയിലറിനെ കുറിച്ച്. അതിന്റെ കാരണം റോട്ട് വെയിലറിന്റെ കടി കിട്ടിയിട്ടുള്ളവൻ അത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ റോട്ട് വെയിലറിന്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇവനെ കണ്ടാലും അത്ര ഭയങ്കര സൈസൊന്നുമല്ല, സൈസ് ഉണ്ട്, ഒരു ലാബിനേക്കാളും കുറച്ചും കൂടെ സൈസൊക്കെ വരത്തുള്ളൂ. പക്ഷെ അവൻ ചാടി നേരെ പിടിക്കുന്നത് നമ്മുടെ കഴുത്തിനായിരിക്കും. അവൻ്റെ പിടി കറക്റ്റാണ് വീണമെന്നുണ്ടെങ്കിൽ അവൻ ജീവനും കൊണ്ടേ പോകത്തുള്ളൂ. ഇതാണ് അവൻ്റെ കുഴപ്പം. ഇതാണ് ആ രീതിക്കാണ് ഇവരെ എന്ത് ചെയ്ത് ബ്രീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റോട്ട് വെയിലറിനെ സംബന്ധിച്ച് പറയപ്പെടുന്നത് ഇപ്പോൾ അതായത് ബേസിക്കായിട്ട് നല്ല റോട്ട് വെയിലർ ആണെങ്കിൽ സിംഗിൾ മാസ്റ്റേർഡ് ആയിട്ട് ഒറ്റ മാസ്റ്ററിന് മാത്രമേ ഇത് അനുസരിക്കത്തുള്ളൂ. ആ മാസ്റ്റർ മരിച്ചു പോയാൽ ഈ റോട്ട് വെയിലറിനെ കൊന്നു കളയേണ്ട സാഹചര്യം ഉണ്ടെന്നൊക്കെയാണ് കഥകളൊക്കെ പറയുന്നത്. പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു മകൻ മരിച്ചു പോയിട്ട് ഒരു ആനിമലിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു, അവസാനം അതിനെ കൊല്ലേണ്ടി വന്നു. അങ്ങനെ എന്തൊക്കെ ഒരുപാട് കഥകളൊക്കെ റോട്ട് വെയിലറിനെ കുറിച്ച് നെഗറ്റീവായിട്ട് കഥകളുണ്ട്. പക്ഷേ ഞാൻ വളരെ പാവത്താനായിട്ട് റോട്ടിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. നോക്കാം റോട്ട് വെയിലർ ഒറിജിൻ ജർമ്മനി. എവിടെ മറന്നു പോകരുത്, ഹിറ്റ്ലറുടെ ജർമ്മനി നാസികളെ വേട്ടയാടാൻ വേണ്ടി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ബ്രീഡാണ് എന്ന് പറയപ്പെടുന്നു എന്ത് റോട്ട് വെയിലർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറിജിൻ ചോദിക്കും കേട്ടോ. ഇപ്രാവശ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്, 1 മാർക്ക് ഇവിടെ കിട്ടും കേട്ടോ. റോട്ട് വെയിലറിന്റെ ജന്മദേശം എവിടെയും ചോദിക്കും. ഇത് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ചോ, എന്താണ് ജർമ്മനി. ഓക്കെ. ടൈപ്പ് ഓർ ക്ലാസ് എന്ന് പറയുമ്പോൾ ഹേർഡിങ് ആനിമൽ എന്നല്ല, ദർ വർക്കിംഗ് ആനിമൽസ് ആണ്. ക്യാരക്ടേഴ്സ് നോക്കാടാ, മീഡിയം ടു ലാർജ് സൈസ് നമുക്ക് അറിയാം, ആരും പഠിപ്പിക്കണ്ട. അലേർട്ട്, ഗുഡ് നാച്ചേർഡ്, ഒബീഡിയന്റ്, കറേജിയസ്, ഫിയർലെസ് ആൻഡ് കോൺഫിഡൻറ്റ്. ശ്രദ്ധയുണ്ട് പട്ടിക്ക്, കാവൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാം. ഗുഡ് നാച്ചേർഡ്, നല്ല സ്വഭാവം എന്ന് പറയുന്നു. എനിക്ക് അറിഞ്ഞുകൂടെ നല്ല സ്വഭാവം എന്താണെന്നുള്ള കാര്യം. എൻ്റെ നല്ല സ്വഭാവം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മാസ്റ്റർ പറഞ്ഞാൽ അവൻ കേൾക്കും, ഇരിക്കടാന്ന് പറഞ്ഞാൽ ഇരിക്കും, പോയി പിടിക്കടാന്ന് പിടിക്കും. അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷെ വെൽ ട്രെയിൻഡ് ആയിരിക്കണം. ഒബീഡിയന്റ്, അതാണ് ഞാൻ പറഞ്ഞത്, അനുസരണശീലമുണ്ട് അവന്, ശരിയാണ്. കറേജിയസ്, ധൈര്യമുണ്ട്. ഇവനെ അങ്ങനെ പേടിപ്പിച്ചിട്ട് നിങ്ങൾ പിന്നോക്കം നയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവനെ പേടിപ്പിക്കാൻ പറ്റില്ല. കാരണം ഫിയർലെസ് ആണ് അവൻ, അല്ലേ, പേടിയില്ല. കോൺഫിഡൻ്റ് ആണ്, ഐ എം സോ കോൺഫിഡൻറ്റ് വിത്ത് നോ ബ്രേക്സ്. ആ പാട്ട് കേട്ടിട്ടില്ല ഇംഗ്ലീഷിൽ? അതുപോലെ അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള നായാണ് എന്ത് നമ്മുടെ റോട്ട് വെയിൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ ജന്മദേശം ജർമ്മനിയാണ് മക്കളെ, അത് മറക്കണ്ട. ഇപ്രാവശ്യത്തെ 1 മാർക്കാണ് കിട്ടും കേട്ടോ. റോട്ടിൻ്റെ ജന്മദേശം ജർമ്മനിയാണ്. ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കണം, റോട്ടിൻ്റെ ഒറിജിൻ ജർമ്മനിയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ടൈപ്പ് അത് വർക്കിംഗ് അനിമൽ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ക്യാരക്ടർ പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാത്തിനൊക്കെ ഉണ്ടല്ലേ. എസ്പെഷ്യലി പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, അത് മാത്രം പഠിച്ചു വെച്ചേക്കാം. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ പട്ടി കോൺഫിഡൻ്റ് ആണോ അല്ലെന്ന് കയറി ചോദിക്കുകയില്ല. കളർ നോക്കാം, കളർ പഠിക്കണം കേട്ടോ. ടാൻ ബ്ലാക്ക് ഓൺ ദ ചെസ്റ്റ്. എ റോട്ടർ വിൽ ഹാവ് 2 downward facing triangular marks. A thin strip of black should be present on each of the Rottweiler's toes. ഇതാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. ഇതല്ലാതുള്ള കളർന്ന് റോട്ട് വെയിലറായിട്ട് അംഗീകരിക്കുകയില്ല. കണ്ടോ, ടാൻ കളറ്, ബ്ലാക്ക് ഓൺ ദ ചെസ്റ്റിൽ ബ്ലാക്ക്, ഇവിടെ ടാൻ കളർ അല്ലേ. അതുപോലെ 2 downward facing triangular marks. ഇതാണ് കേട്ടോ, ഇത് ഡൗൺവേർഡ് ഫേസിങ് ട്രയാങ്കുലർ മാർക്സ് ഇവിടെ ഉണ്ടായിരിക്കും, റോട്ട് വെയിലർ ഉണ്ടായിരിക്കും. ഇതില്ലെങ്കിൽ റോട്ട് വെയിലർ അല്ല കേട്ടോ. എ തിൻ സ്ട്രിപ്പ് ഓഫ് ബ്ലാക്ക് ഷുഡ് ബി പ്രസന്റ് ഓൺ ഈച്ച് ഓഫ് ദ റോട്ട് വെയിലേഴ്സ് ടോസ്. ടോസിൽ ഒരു തിൻ സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. എന്തിൻ്റെ? ഒരു ബ്ലാക്കിൻ്റെ തിൻ സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ. ഈ കളർ, ഇതൊക്കെ ഈ പോയിന്റ് എല്ലാം ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മാർക്കിംഗ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ എന്താണ് ഈ ഐബ്രോസിൻ്റെ ഭാഗത്ത് മാർക്കിംഗ് ഉണ്ടായിരിക്കും, ഈ ഭാഗത്ത് ഒരു മാർക്കിംഗ് ഉണ്ടായിരിക്കും, ടാൻ മാർക്കിംഗ് ഉണ്ടായിരിക്കും. ഇതെല്ലാം റോട്ട് വെയിലറിൻ്റെ പ്രത്യേക ക്യാരക്ടർ തന്നെയാണ് കേട്ടോ, കളറാണ്. ഓക്കെ. ലൈഫ് സ്പാൻ 9 മുതൽ 10 വർഷം വരെയാണ്. ഓക്കെ. അപ്പോൾ കളറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേറെ ഒരു കളറും അംഗീകരിക്കില്ല. ഈ ഒരു ബ്ലാക്ക് ആൻഡ് ടാൻ കളർ തന്നെയാണ് റോട്ട് വെയിലറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കാം യൂട്ടിലിറ്റി. റോട്ട് വെയിലേഴ്സ് ആർ നൗ യൂസ്ഡ് ആസ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗ്സ്, ആസ് ഗൈഡ് ഡോഗ്സ് ഫോർ ദ ബ്ലൈൻഡ് ആൻഡ് ഗാർഡ് ഡോഗ്സ് ഫോർ പോലീസ് ഡോഗ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഗാർഡ്, കണ്ടോ, ഗാർഡിങ്ങിന് ഏറ്റവും പറ്റിയ ഡോഗുകളിലൊന്നാണിത് കേട്ടോ. ഗാർഡിങ്ങിന് എന്നാ ചോദിക്കും, ലാബ് ഗാർഡിങ്ങിന് പറ്റിയാണോ? അല്ല, ലാബിൽ ഗാർഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. കാരണം അതിനെ പെട്ടെന്ന് വളയ്ക്കാൻ പറ്റും നമുക്ക്. പൊന്നു മോനെ വാടാ ലാബേ എന്ന് പറഞ്ഞ ഒരു ഇറച്ചി കഷ്ണം അവൻ ഇനി വന്ന് അടുത്ത് കുണിയെ നിൽക്കും. അപ്പോൾ ഗാർഡ് ഡോഗായിട്ട് വളർത്താൻ പറ്റിയ സാധനമാണ് റോട്ട് കേട്ടോ, ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡൊക്കെ. ഓക്കെ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ബാക്കിയെല്ലാം സെയിം ആണ്.
ഹാവ് എ നാച്ചുറൽ ഇൻസ്റ്റിങ് ടു പ്രൊട്ടക്ട് ദെയർ ഫാമിലീസ് ആൻഡ് ക്യാൻ ബി ഫെറോഷ്യസ് ഇൻ ഡിഫൻസ്. കണ്ടോ, ഡിഫൻസ് വന്നാൽ ഇവൻ തീപ്പുലിയാണ്, അതാണ് വിഷയം. അതായത് അവന്റെ ഫാമിലിയെ സംരക്ഷിക്കാൻ, അവന്റെ കുടുംബത്തെ, അവന്റെ മാസ്റ്ററിനെ സംരക്ഷിക്കാൻ, അവന്റെ മാസ്റ്ററിന് നേരെ വന്ന് ഏതൊരു ത്രട്ടും അവൻ നെഞ്ചും വിരിച്ച് നേരിടും. അതാണ് റോട്ട് വെയിലർ. ആളിയ മാസ്റ്റർ, മോലാളി അവിടെ ഇരി, ഞാൻ പോയിട്ട് വരാന്ന് പറയും. ഇവൻ പോയി കടിച്ച് കീറി പിരുത്തിട്ട് വരും. അതാണ് അവന്റെ സ്വഭാവം. ഹാവ് എ നാച്ചുറൽ ഇൻസ്റ്റിങ് ടു പ്രൊട്ടക്ട് ദെയർ ഫാമിലീസ് ആൻഡ് ക്യാൻ ബി ഫെറോഷ്യസ് ഇൻ ദെയർ ഡിഫൻസ്. അവൻ ഡിഫൻസിന് വന്നാൽ പിന്നെ അവനെ പിടിച്ചു കെട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവൻ വേല ഒപ്പിക്കും കേട്ടാ. അപ്പൊ ഇഫ് നോട്ട് പ്രോപ്പർലി ട്രെയിൻഡ് ആൻഡ് സോഷ്യലൈസ്ഡ് റോട്ട് വീലേഴ്സ് ക്യാൻ ബിക്കം ഡേഞ്ചറസ് ടു എവരി വൺ. വളരെ വളരെ ഇമ്പോർട്ടന്റ്, ചോദിക്കാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് നോട്ട് പ്രോപ്പർലി ട്രെയിൻഡ് ആൻഡ് സോഷ്യലൈസ്ഡ്, അവനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യാത്ത റോട്ട് വെയിലർ, അവനെ സോഷ്യലൈസ് ചെയ്യിച്ചിട്ടില്ല. ട്രെയിൻ ചെയ്യിച്ചാൽ മാത്രം പോരാ, അവന് പുറത്ത് നടക്കുന്ന എന്താണെന്ന് അറിയണം അല്ലെ. പുറത്ത് ഇതുപോലെ ആൾക്കാരുണ്ടെന്നും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടെന്നും ഈ വഴിയെ ആൾക്കാർ നടക്കുന്നുണ്ടെന്നും അവിടെ കടയുണ്ടെന്നും കടയിൽ ആൾക്കാരുണ്ടെന്നും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പുറത്തിറക്കണമെങ്കിൽ മതി. അല്ലെങ്കിൽ മാത്രമല്ല, നമ്മളെ വീട്ടിൽ വരുന്ന ആൾക്കാർ, ഇപ്പൊ പുതിയ ആൾക്കാർ വരാൻ സാധ്യതയുണ്ടെന്ന് ഇവനറിയാൻ പാടില്ല. ഇവനെ എന്ത് ചെയ്യുന്നു, റൂമിനകത്ത് അടച്ചിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടിനകത്ത് മാത്രം ഇട്ടേക്കുന്നത്. ഹി ഈസ് നോട്ട് സോഷ്യലൈസ്ഡ്, ഹി ക്യാൻ ബി ഡേഞ്ചറസ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഇഫ് നോട്ട് പ്രോപ്പർലി ട്രെയിൻഡ്, അവനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവനെ കൃത്യമായിട്ട് സോഷ്യലൈസ് ചെയ്യിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഹി ക്യാൻ ബിക്കം ഡേഞ്ചറസ് ടു എവരി വൺ. ആർക്ക് വേണോ ഡേഞ്ചറസ്, എല്ലാവർക്കും ഡേഞ്ചർ ആയിട്ട് മാറും. അതാണ്. മാത്രമല്ല ഒരു കാര്യം എടുത്തു പോയി, മിക്കവാറും ഒരു സിംഗിൾ മാസ്റ്റേർഡ് ഡോഗ് എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? നമ്മുടെ റോട്ട് വെയിലറാണ്. ഇവനെ ബ്രീഡ് ചെയ്തൊരു ക്യാരക്ടറിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവൻ സിംഗിൾ മാസ്റ്റേർഡ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് ഒരു മാസ്റ്റർ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ വലുതായി കഴിഞ്ഞിട്ട് ഉള്ള റോട്ടിനെ വാങ്ങുന്നത് പലപ്പോഴും അവനെ മെരുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഒരിക്കലും വലുതായി കഴിഞ്ഞാൽ ഒരു മാസ്റ്ററെ അനുസരിച്ച് തുടങ്ങിയ നല്ല പ്യൂർ റോട്ടാണെങ്കിൽ വാങ്ങാതിരിക്കുക, റോട്ട് വെയിലർ വാങ്ങാതിരിക്കുക. ആരും അങ്ങനെ കൊടുക്കത്തില്ല, ആരും വാങ്ങത്തില്ല, അത് വേറെ കാര്യം. റോട്ട് വെയിലറിനെ വാങ്ങണേ കുഞ്ഞിലെ തന്നെ വാങ്ങി ശീലിപ്പിക്കുക, പഠിപ്പിക്കുക. ഞാനാണ് നിന്റെ തന്ത എന്ന് പഠിപ്പിച്ച് വളർത്തുക. ഇതാണ് ബുദ്ധി. ഓക്കെ. അപ്പൊ സിംഗിൾ മാസ്റ്റർ ഡോഗ് എന്ന് വെച്ചാൽ അതാണ് റോട്ട് വെയിലർ. അതേസമയം നമ്മുടെ ഇതിനൊക്കെ ഇതിന് ഇണക്കം, ഞാൻ തീരെ ഇണക്കാൻ പറ്റില്ലെന്നല്ല പറയുന്നത്, ഇതിന്റെ ബ്രീഡിൽ തന്നെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് ഇണക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത് ലാഭമൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കഷ്ണം ഇറച്ചി കൊടുത്താൽ കുണിങ്ങി വന്നിരിക്കും. മലയാളി. അതാണ്. ഓക്കെ. അപ്പോൾ ഇഫ് നോട്ട് പ്രോപ്പർലി ട്രെയിൻഡ് ആൻഡ് സോഷ്യലൈസ്ഡ് റോട്ട് വെയിലേഴ്സ് ക്യാൻ ബിക്കം ഡേഞ്ചറസ് ടു എവരി വൺ. ഇനി നമുക്ക് നോക്കാം ഡോബർമാൻ പിൻഷർ, ഡോബർമാൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രീഡ്സ് എല്ലാം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് വരുന്ന ഏകദേശം 5-6 വർഷങ്ങളോ 10 വർഷമോ 12 അത്രയൊക്കെ മാക്സിമം അത്രയൊക്കെ ആയിട്ടുള്ളൂ. അതാണ് എൻ്റെ വ്യത്യാസം. നോക്കാം, ഇവനും ജർമ്മനാണ്. അപ്പൊ ഏതൊക്കെടാ? ജർമ്മൻ ഷെപ്പേർഡ് ജർമ്മനാണ്, റോട്ട് വെയിലർ ജർമ്മനാണ്, ഡോബർമാൻ ജർമ്മനാണ് അല്ലേ. നമ്മൾ വേറെ ഏതാ കാനഡക്കാരനെ പഠിച്ചത്? കാനഡ ഇതെല്ലാം ഐസ് വീഴും, മഞ്ഞ് വീഴും അല്ലേ, നല്ല സുഖമല്ലേ. അതാണ് ലാബ്രഡോർ റിട്രീവർ അല്ലേ. യെസ്, ഫൈൻ. അപ്പൊ നോക്ക, ഡോബർമാനും എന്താണ്? ഒറിജിൻ എന്താണ്? ജർമ്മനാണ്. ഇവന്റെയും ചെവി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, ഇങ്ങനെ ഒരു കൊമ്പ് പോലെ കൂർത്തിങ്ങനെ നിൽക്കും. ഇതാണ് ഡോബർമാനെ കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്. ക്ലാസ് ടൈപ്പ് ഏതാണ്? വർക്കിംഗ് ക്ലാസ് ആണ്. ഈ അനിമൽ എന്ന് പറഞ്ഞാൽ ഇത് വർക്കിംഗ് ക്ലാസ് ആണ്. നമുക്ക് ജോലികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന അനിമലാണ്. നോക്കാം എന്തൊക്കെ ക്യാരക്ടർ. മീഡിയം ടു ലാർജ്, മീഡിയം സൈസ് ടു ലാർജ് ആണെന്നൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഹൈലി ഇന്റലിജന്റ് ആൻഡ് എനർജറ്റിക് ഒബീഡിയൻ ഡോഗ് വിത്ത് എ നോബിൾ അല്ലെ, ഒരു എന്താണ്, ഒരു നോബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ, ഒരു രാജകീയമായിട്ടുള്ള അല്ലെ, അങ്ങനെയുള്ളൊരു അനിമലാണ്. മീഡിയം ടു ലാർജ്, ഹൈലി ഇന്റലിജന്റ്, ബുദ്ധിയുണ്ട്, എനർജറ്റിക് ആണ്, ഒബീഡിയന്റ് ആണ്, നോബിൾ ടെമ്പറമെന്റ് ഉണ്ട് അവന് അല്ലെ. അതുപോലെ നീഡ്സ് എ ലോട്ട് ഓഫ് എക്സസൈസ്. അവന് എക്സസൈസ് വളരെ അത്യാവശ്യമാണ് കേട്ടോ. കാരണം കണ്ടില്ലേ, അവന്റെ ശരീരം കണ്ടില്ലേ നിങ്ങൾ, അത്രയും മസ്കുലർ ആണ്, നല്ല എക്സസൈസ് വേണം. അതുപോലെ കളർ നോക്കാം. ഫോൺ കളർ ഉണ്ട്. ഈ കാണുന്ന ഫോൺ കളർ ഉണ്ട്. അതുപോലെ ബ്ലാക്ക്, നല്ല ബ്ലാക്ക് കളറുണ്ട്. ബ്ലൂ, ഒരു നീല കലർന്ന കളറുണ്ട്, പക്ക ബ്ലൂ അല്ല കേട്ടാ. അതുപോലെ വൈറ്റ്, ഈ കളറെല്ലാം കാണപ്പെടുന്നുണ്ട്. ബോഡി സ്ക്വയർ ആണ്, കോമ്പാക്ട് ബിൽറ്റ് ആയിരിക്കും, മസ്കുലർ ആൻഡ് പവർഫുൾ. ഇതൊന്നും കാണാൻ പഠിക്കേണ്ട, നമുക്ക് അറിയാം ഡോബർമാൻ എങ്ങനെയായിരിക്കും നമുക്ക് അറിയാം അല്ലേ. ഹെയർ കോട്ട് ഈസ് ഷോർട്ട്, തിക്ക് ആൻഡ് സ്മൂത്ത് ആണ്. ഹെയർ കോട്ട് അത്ര നീളമുള്ള ഹെയർ കോട്ടൊന്നും അല്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള കുഞ്ഞു ഹെയറുകളായിരിക്കും അല്ലെ. അതുപോലെ ഡോബർമാൻ ഹാസ് മാർക്കിംഗ്സ് ഓൺ ദ ചെസ്റ്റ്, പോസ്, ലെഗ്സ്, മസിൽ അബോവ് ദ ഐസ് ആൻഡ് അണ്ടർനീത്ത് ദ ടെയിൽ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ നമ്മൾ കണ്ട നമ്മുടെ ഏതിനൊക്കെടാ,
നമ്മുടെ റോട്ടിനില്ലേ അതുപോലെ തന്നെ ഇവിടെ ഏകദേശം ഈ ഷേപ്പിൽ തന്നെ ഇവിടെ ഒരു 2 മാർക്കിംഗ് ഉണ്ട്, ഇവിടെ മാർക്കിംഗ് ഉണ്ട്, പോസിൽ മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഡോവർമാൻ നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ ചെവി കണ്ടിട്ടാണ് മിക്കവാറും തിരിച്ചറിയുന്നത് അല്ലേ. ഈ ചെവി ഒന്ന് മാറിയ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡോവർമാൻ ആണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ലൈഫ് സ്പാൻ 10 മുതൽ 14 വർഷ കാലയളവ്. യൂട്ടിലിറ്റി നോക്കാം. പോലീസ് ഡോഗാണ് കൂടുതലും. മിലിറ്ററി വർക്കിന് വരുന്നുണ്ട്. കനൈൻ സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയേ ഉള്ളൂ, എന്താണ് നമ്മുടെ ഈ പട്ടികളുടെ ഓട്ട മത്സരമുണ്ട്, അതുപോലെ ഇത് റിട്രീവിംഗ് മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങളിൽ ഉപയോഗിക്കാം. അല്ലെ എക്സലന്റ് ഗാർഡ് ഡോഗ് ആൻഡ് കമ്പാനിയൻ. ഗാർഡ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഇവനെ കളഞ്ഞിട്ടുള്ള വേറെ ആൾ കിടിലൻ ഗാർഡ് ഡോഗാണ്, കമ്പാനിയൻ ഡോഗാണ്. അതുപോലെ സിറ്റി ലൈഫിനൊക്കെയാണ്. ഹീറ്റും കോൾഡ് എല്ലാം അവന് വിഷയമുള്ള കാര്യമല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും വിഷയമുള്ള, നിങ്ങൾ അതൊന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചുമ്മാ ഇതിനെക്കുറിച്ച് ഓർത്ത് ബേജാറാവണ്ട. ഹെയർ ഈസ് ഷോർട്ട് ആൻഡ് ഡസ് നോട്ട് റിക്വയർ ഫ്രീക്വന്റ് കോമ്പിങ്, ഈസി ടു ട്രെയിൻ ബട്ട് നോട്ട് ഈസി ടു ഗെറ്റ് അലോങ് വിത്ത് അതർ ഡോഗ്സ്. കണ്ടോ, അതായത് ഹെയർ അത്യാവശ്യം ഷോർട്ടാണ്. അതായത് എപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ഇവനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോമ്പ് ചെയ്ത് ഇങ്ങനെ കോതിയും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അവനെ ട്രെയിൻ ചെയ്യാൻ എളുപ്പമാണ്. മറ്റുള്ള ഡോഗ്സുമായിട്ടുള്ള കമ്പനി ഇത്തിരി വിഷയമാണ്. ഇവൻ പ്രശ്നക്കാരനാണ്, അതാണ് മെയിൻ ഇഷ്യൂ. അതായത് മറ്റുള്ള ഡോഗുകളുമായിട്ട് കൂട്ടത്തിലിട്ട് വളർത്താൻ ഇവനെ അത്ര പറ്റൂല, ഇവൻ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. അതാണ് ഡോവർമാൻ്റെ ഒരു കുഴപ്പം. അതുപോലെ ഇത്രയാണ് യൂട്ടിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി ജാപ്പനീസ് സ്പിറ്റ്സ് കണ്ടോ. ഇതിനെ നമുക്കറിയാം, നമ്മൾ പൂടപ്പട്ടി പൂച്ചപ്പട്ടി എന്നൊക്കെ പണ്ട് വിളിച്ചിരുന്ന, അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ ജർമ്മൻ ഷെപ്പേർഡുള്ള സമയത്ത് സാധാരണ നമ്മുടെ നാട്ടിൽ 2 തരത്തിലുള്ള പട്ടികളേ ഉള്ളൂ. ഒന്ന് നാടൻ പട്ടിയും പിന്നെ പൂച്ചപ്പട്ടിയും. പിന്നെ ഉയർന്ന വലിയ വീട്ടുകളിലുള്ള നമ്മുടെ വലിയ വീടുന്ന നല്ല കാശുള്ള ആൾക്കാരൊക്കെ അതിനെ വളർത്താനും പട്ടിക്ക് പ്രത്യേകം കൂടുണ്ടാക്കാനൊക്കെ പൈസ ഉണ്ടാകത്തുള്ളൂ. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ എല്ലാം പട്ടിക്കൂട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുറ്റിയും അതിൽ കെട്ടിയ ഒരു ചങ്ങലയുമാണ് അല്ലേ. അങ്ങനെ ആയിരുന്നല്ലേ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വളർത്താൻ പറ്റിയ ഒരു കൂടൊന്നുമില്ലാതെ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു സാധനമായിരുന്നു നമ്മൾ ഈ കാണുന്ന സാധനം സ്പിറ്റ്സ് അല്ലേ. നമ്മൾ ഇതിനെ പൊമറേനിയൻ എന്നാണ് പണ്ടൊക്കെ നമ്മൾ വിളിച്ചിരുന്നത്. ഇതിനെ പൊമറേനിയൻ ഇതല്ല, നമുക്കത് അറിയില്ലായിരുന്നു. കൂടെ ഉള്ള, അതായത് ഇങ്ങനെ രോമമുള്ള പട്ടിയെല്ലാം നമുക്ക് പൊമറേനിയൻ ആയിരുന്നു. അങ്ങനെ അല്ല, ഇത് സ്പിറ്റ്സ് ആണ്. അപ്പം എല്ലാവർക്കും അത് അറിയാം, ഇപ്പം അറിയാം. ഓക്കെ, നോക്കാം. ഒറിജിൻ എന്ന് പറയുമ്പോൾ ജപ്പാനാണ്. ജാപ്പനീസ് സ്പിറ്റ്സ് എന്ന് തന്നെ പറയുന്നു. ഒറിജിൻ ജപ്പാനാണ്. ഇതെന്താണ് ടോയ്. എന്താണ് ടൈപ്പ് സ്പിറ്റ്സിന്റെ ക്ലാസ് തന്നെ ടോയ് ആണ് അല്ലേ. ടോയ് എന്നുള്ള രൂപത്തിൽ ഒരു കളിപ്പാട്ടം കുട്ടികൾ കളിക്കാൻ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് കളിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഓമനിക്കാൻ അല്ലേ. അപ്പൊ നോൺ സ്പോർട്ടിംഗ് ആണ്. സ്പോർട്ടിംഗ് ഇവന്റ്സിനൊന്നും ഇത് പറ്റത്തില്ല. വർക്കിംഗ് ഡോഗ് അല്ല. പക്ഷേ എന്നും കരുതി ഇവന്റെ വായിൽ കൊണ്ട് കൈയിടുകയോ അല്ലെങ്കിൽ ഇവനടുത്ത് ഉടക്കാൻ ചെല്ലത് ഇവൻ കട്ടിച്ച് പിരുത്തളയും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള അനിമലാണ് ഈ സ്പിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയല്ല, ഐ മീൻ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ എടുക്കേണ്ടുന്ന ഡോഗ്സിൽ ഒന്നാണ് സ്പിറ്റ്സ്. കാരണം സംഭവം കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നുമെങ്കിൽ കൂടിയും ഇവന് തരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ കമ്മും. അതുപോലെ ഇവന് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അത്രയും കെയർ എടുത്തിട്ടേ എടുക്കാൻ പാടുള്ളൂ. ഇവന് റോട്ട് ലാബൊക്കെ ആണെങ്കിൽ ഒരു വിഷയമില്ല. ലാബ് ഇങ്ങനെ ഒന്നങ്ങ് നിൽക്കും, ഇങ്ങനെ ചിരിച്ചോണ്ടല്ലേ. എന്നാലും നമ്മൾ ലാബിൻ്റെ ഒരു സബ്ക്യൂട്ടറി ഇഞ്ചക്ഷൻ എടുത്താൽ അവൻ അറിയത്ത പോലും ഇല്ല. അതുപോലെ പഗ്ഗൊക്കെ ആകുമ്പോൾ ഒരു നല്ല കോമഡിയാണ്. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവൻ കമ്മിയിരിക്കും. അതാണ് ഇവൻ്റെ ഒരു കുഴപ്പം. അതുപോലെ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അയ്യോ പൂടപ്പട്ടിയല്ലേ അമ്പട നമ്മുടെ അടുത്തോട്ട് ചെല്ലരുത്, അവൻ പണി തരും കേട്ടോ. അങ്ങനെ കുഴപ്പമുണ്ട്. അത് ഞാൻ പറഞ്ഞത്, പക്ഷേ ഇവിടെ അത് പറഞ്ഞിട്ടില്ല. നോക്കാം. സ്മാൾ സൈസ് പ്രൗഡ് നല്ല അഹങ്കാരമുള്ള പട്ടിയാണ്. പ്ലേഫുൾ കളിക്കാൻ ഇഷ്ടമുള്ള പട്ടിയാണ് അല്ലേ. അഫക്ഷനേറ്റ് ഒബീഡിയന്റ് ആൻഡ് ഇന്റലിജന്റ് ഡോഗ്. അഫക്ഷനേറ്റ് സ്നേഹമുള്ളതാണ്, പറഞ്ഞാൽ കേൾക്കും, ഇന്റലിജന്റ് ബുദ്ധിയുള്ള ഡോഗാണ്. ദേ ആർ ആൾവേസ് ലാർജർ ദാൻ ദെയർ സ്മാളർ കസിൻസ് ദ പൊമറേനിയൻ അല്ലേ. പൊമറേനിയൻ കുറച്ചും കൂടെ സൈസ് ഉണ്ട്. അവരെ സ്മാളർ കസിൻ എന്ന് പറയുന്നു. പൊമറേനിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തലയിൽ തന്നെ ഇങ്ങനെ പോടെ ഉണ്ടാവും കേട്ടോ. ഇവിടെ തലയിൽ അങ്ങനെ പോടെയില്ല അല്ലെ. ഇവിടെ ചെവി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. സ്പിറ്റ്സും പൊമറേനിയനും വ്യത്യാസം എന്താണ്? സ്പിറ്റ്സും പൊമറേനിയനും വ്യത്യാസം എന്താണ്? ഈ തലയിലുള്ള രോമമാണ് കേട്ടോ പ്രധാനമായിട്ടും. അപ്പോൾ പൊമറേനിയനേക്കാൾ കുറച്ചും കൂടെ വലുതാണ് എന്ത് സ്പിറ്റ്സ്. കളർ നോക്കാം. സ്പാർക്ലിംഗ് വൈറ്റ് ഹെയർ കോട്ട്, പോയിന്റഡ് മസിൽ, ഇറക്റ്റഡ് ഇയേഴ്സ്, ഹൈ സെറ്റ് ടെയിൽ ഈസ് ക്യാരിഡ് കർൾഡ് ഓവർ ദ ബാക്ക്. അതുപോലെ ഹെയർ കോട്ട് ഈസ് ഡബിൾ വിത്ത് എ ഷോർട്ട് സോഫ്റ്റ് ആൻഡ് ഡെൻസ് അണ്ടർ കോട്ട് ആൻഡ് എ സ്ട്രെയിറ്റ് ഔട്ടർ കോട്ട് ദാറ്റ് ഈസ് ലോങ് ആൻഡ് അബണ്ടന്റ്. ലൈഫ് സ്പാൻ 10 to 14 years. നോക്കാം. സ്പാർക്ലിംഗ് വൈറ്റ് ഹെയർ കോട്ടാണ് ഇവരുടെ പ്രത്യേകത. കറക്റ്റ് നല്ല വെള്ള കളറിലുള്ള സൂപ്പർ വെള്ള കളറിലുള്ള ഹെയർ കോട്ട്. അതുപോലെ മസിൽ എന്ന് പറയുമ്പോൾ പോയിന്റഡ് ആയിരിക്കും. ഇറക്റ്റ് ഇയേഴ്സ് ആയിരിക്കും. ഹൈ സെറ്റ് ടെയിൽ അല്ലേ.
അത്തരത്തിലുള്ള ടെയിൽ ഇങ്ങനെ വന്ന് ഹൈ സെറ്റ് ആയിട്ട് ഞാൻ കർൾ ചെയ്ത് കിടക്കും. ഡബിൾ ഹെയർ കോട്ട് ഉണ്ട് കേട്ടോ. അതായത് അടിയിൽ അതിന് തണുപ്പിൽ രക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഷോർട്ട് ഹെയർ കോട്ടും ഈ നീളത്തിൽ നിൽക്കുന്ന കുറച്ചുകൂടെ കൊയാർസ് ആയിട്ടുള്ള ഹെയർ കോട്ടും ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ലൈഫ് സ്പാൻ വന്നിട്ട് 10 മുതൽ 14 വർഷ കാലയളവാണ്. യൂട്ടിലിറ്റി നോക്കാം. ദേ ഗുഡ് കമ്പാനിയൻ ഡോഗ്, കീപ് പെർസെപ്ഷൻ ആൻഡ് ലോയൽ ടു ദ മാസ്റ്റർ. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം എന്ത് പഠിക്കണമെന്ന്. ഐഡിയൽ കമ്പാനിയൻ ഫോർ ഓൾഡർ പീപ്പിൾ, ബാർക്ക് ഓഫ് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് നോൺ ഫോർ ദെയർ കറേജ്, ദസ് റിലയബിൾ വാച്ച് ഡോഗ്സ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചാൽ കടിച്ച് കീറാൻ നിൽക്കണം, നമുക്ക് കുരയ്ക്കും അല്ലേ, ഭയങ്കര കുരയിലായിരിക്കും അവൻ. സ്ട്രേഞ്ചറിനെ അവൻ കുരച്ച് ഓടിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന വാച്ച് ഡോഗ് കൂടെയാണ് ആര്, സ്പിറ്റ്സ്. ഈവൻ ദോ ശ്രദ്ധിക്കുക, ഇതൊരു ടോയ് ടൈപ്പ് ഡോഗ് ആണെങ്കിലും നല്ലൊരു വാച്ച് ഡോഗായിട്ട് പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്? അവൻ നല്ല കൊരയാണ്, കടിയും കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ദേ ആർ എ ലോ മെയിൻ്റനൻസ് ബ്രീഡ് ആസ് ദാറ്റ് ഡസ് നോട്ട് സ്റ്റിക്ക് ദ കോട്ട്, ഡു നോട്ട് ഹാവ് ദ കോമൺ ഡോഗി ഓർഡർ. അതാണ്, അതായത് പെട്ടെന്ന് ഈ ഡർട്ട് അതിൻ്റെ മേത്ത് പറ്റി പിടിക്കുകയല്ല. അതുകൊണ്ട് തന്നെ ഈസി മെയിൻ്റനൻസ് ആൻഡ് ലോ മെയിൻ്റനൻസ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് വളർത്താൻ പറ്റിയ ഒരു വിദേശ ജനുസാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെല്ലാം കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ജനുസാണ് പൂടപ്പട്ടി എന്ന് നമ്മൾ വിളിക്കുന്ന, ഓമന പേര് വിളിക്കുന്ന ആ ഒരു ഡോഗ് അല്ലേ. എന്തുകൊണ്ടാണ്? ഒരു ഡോഗി ഓർഡർ ഇല്ല, അതായത് ഒരു വൃത്തികെട്ട സ്മെല്ലില്ല അതിനകത്ത്. സാധാരണ പട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ടാവും അല്ലേ. അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത ഒരു അനിമലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ഹെയർ കോട്ടിലൊന്നും ഈ പറഞ്ഞ പോലെ അഴുക്കൊന്നും ഈസി ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. ഏറ്റവും റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ഹച്ച് എന്ന് പറയുന്ന, ഹച്ച് പട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത് അല്ലേ. ഹച്ച് എന്ന് പറയുന്ന ഒരു മൊബൈൽ കമ്പനിയാണ് ഈ പട്ടിയെ പരസ്യത്തിൽ കൊണ്ടിറക്കുന്നത്. അപ്പോൾ ആ ഒരു പരസ്യം ഭയങ്കര ഹിറ്റായി. ഹച്ച് പട്ടി. നമുക്ക് അതിൻ്റെ പേര് പഗ്ഗാണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൈനീസ് ബുൾഡോഗോ അങ്ങനെ ഒന്നും നമുക്കറിയാൻ പാടില്ലായിരുന്നു. നമുക്കെല്ലാവർക്കും കുഞ്ഞുനാളിൽ ഹച്ച് പട്ടിയെന്ന് നമുക്കറിയാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ പഠിക്കുന്ന ആൾക്കാരെ, പുതിയ ആൾക്കാരുടെയൊക്കെ തലമുറ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമ്മുടെ ഹച്ച് പട്ടി, പഗ്, അതാണ് ഒറിജിൻ ചൈന. കണ്ട ചൈനക്കാരുടെ മുഖം പോലെ ഇല്ലേ, അവർ നോക്കിയപ്പോൾ അവരെ പോലെ ഇരിക്കുന്ന പട്ടിയെ കാണാനില്ല. ഇങ്ങനെ ചപ്പിയിരിക്കുന്ന പട്ടിയെ വേണം, കൊച്ചു പട്ടിയെ വേണം എന്ന് വെച്ചാൽ അങ്ങനെ ഉള്ള ക്യാരക്ടറിനെ അവരെന്ത് ചെയ്തു, ബ്രീഡ് ചെയ്തെടുത്താണ് പഗ്. അപ്പോൾ ദേ ആർ ടോയ് ടൈപ്പ്. ഒരു സംശയമുണ്ട്, ടോയ് ആണ് അവനെ കൊണ്ട് ഒരു പരിപാടി നടക്കില്ല. കാരണം അവനെ കൊണ്ട് കടിക്കണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പല്ല് വെളി വരുത്തണം ഇവിടുത്തെ, മനസ്സിലായില്ലേ, വലിയ ബുദ്ധിമുട്ടാണ് അവന്. അതായത് അറ്റാക്ക് ചെയ്യാനുള്ള കടി കടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ക്യാരക്ടർ ജെന്റിൽ, ലേസിയാണ്, മടിയനാണ്, അങ്ങനെ ഇവിടെ മൂലയിൽ പോയി കിടക്കും. പ്ലേഫുൾ, ഒരു പന്തൊക്കെ എടുത്ത് ഭയങ്കര കളിയാണ്. ആൻഡ് ഈഗർ ടു പ്ലീസ് ദ ഓണർ. നമ്മൾ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ നക്കിയും മേത്തൊക്കെ ഇട്ട് ഉരുമിയൊക്കെ ഇങ്ങനെ നടക്കും. ലവ് ടു ബി ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ. 10 പേര് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ, നമ്മുടെ ചില കുട്ടികളില്ലേ, ചില കുട്ടികൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി, ചില കുട്ടികൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അലമ്പ് കാണിക്കൂലേ, കുരുത്തക്കേട് കാണിക്കുന്ന, അവർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാ. അതേപോലെ കുരുത്തക്കേട് കാണിക്കും. 4 പേരുണ്ടെങ്കിൽ അവൻ നടുക്ക് നിന്നിട്ട് അവൻ കുരുത്തക്കേട് കാണിച്ച് അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ മിടുക്കനാണ് ആര്, നമ്മുടെ പഗ് എന്ന് പറയുന്ന അനിമൽ. അതുപോലെ ശ്രദ്ധിക്കുക, റിംഗ്ലി ഷോർട്ട് മസിൽ ഫേസ് അല്ലെ, മസിൽഡ് ഫേസ്, ഷോർട്ട് മസിലാണ്. മൂക്കൊക്കെ ഇങ്ങനെ ചപ്പിയിരിക്കുകയാണ്, ഇങ്ങനെ ചുരുങ്ങി റിംഗ്ലി ആയിട്ടിരിക്കുകയാണ്. അതുപോലെ ഡാർക്ക് ഐസ് ആൻഡ് കളർഡ് ടെയിൽ അല്ലെ, കണ്ണ് കറുത്ത് തന്നെ ഇരിക്കും. അതുപോലെ വാലിങ്ങനെ ചുരുണ്ടിരിക്കും കേട്ടോ. അതുപോലെ ഡബിൾ കർൾ ഈസ് പെർഫെക്ഷൻ. ഒരു കർളിങ് മാത്രമല്ല, 2 തവണ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ്. അതുപോലെ കോമ്പാക്ട് സ്ക്വയർ ബോഡി വിത്ത് വെൽ ഡെവലപ്ഡ് മസിൽസ് അല്ലേ, നല്ല കോമ്പാക്റ്റ് ആയ ബോഡി, അതൊക്കെ നമുക്കറിയാം. മസിൽ ബ്ലാക്ക് ആണ് നമുക്കറിയാം. വിത്ത് എ ക്ലിയർലി ഡിഫൈൻഡ് തമ്പ് മാർക്ക് ഓൺ ദ ഫോർഹെഡ് ആൻഡ് ബ്ലാക്ക് ട്രേസ് ഡൗൺ ദ സെന്റർ ഓഫ് ദ ബാക്ക്. ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരു തമ്പ് മാർക്ക് അല്ലേ, ഒരു തമ്പ് മാർക്ക് നമുക്ക് ഈ ഫോർഹെഡിൽ ഇതിൽ കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു ബ്ലാക്ക് ട്രേസ് ഡൗൺ ദ സെന്റർ ഓഫ് ദ ബാക്ക്. സെന്റർ ഓഫ് ദ ബാക്കിൽ ബ്ലാക്ക് ട്രേസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു വര പോലെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ടാവും. ഇത്രയാണ്. അപ്പോൾ കളർ എന്ന് പറയുമ്പോൾ വെറൈറ്റി ഓഫ് കളേഴ്സ് ലൈക്ക് ഫോൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ആപ്രിക്കോട്ട്, സിൽവർ, ഇതെല്ലാം ഉണ്ട്. ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 12 മുതൽ 15 വർഷമാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ. ഇവിടെ നമ്മൾ പഗിൻ്റെ കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒറ്റ കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. എന്താണ് ഇത്, ടോയ് ആണ്, നോൺ സ്പോർട്ടിംഗ് ആണെന്നുള്ളത് പഠിച്ചിരിക്കുക. ചൈന ആണ് ഇതിൻ്റെ ഒറിജിനൽ എന്നുള്ളതും പഠിച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ പഠിക്കേണ്ട കാര്യങ്ങൾ. ഈ കളറൊന്നും നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കേണ്ട കാര്യം ഇവിടെ, കാരണം ഇതിവിടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞു വെച്ച കളർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞു വെച്ച കളർ നമ്മൾ പഠിച്ചു വെക്കണം. എന്താ, യൂട്ടിലിറ്റി കമ്പാനിയൻ ഡോഗ്സ്, കമ്പനിക്ക് പറ്റിയ ആളാണ്. അല്ല, പഗ്സ് ആർ സ്ട്രോങ് വിൽഡ് ബട്ട് റെയർലി അഗ്രസീവ്. അവർക്ക് നല്ല വിൽ പവർ ഉണ്ട്,
ഒരു കുഴപ്പം കാണിച്ചാൽ അവൻ കുഴപ്പമില്ല, വിൽ പവർ ഉണ്ട്, പക്ഷെ അവൻ അഗ്രസീവായിട്ട് മാറാറില്ല. ആൻഡ് ആർ സ്യൂട്ടബിൾ ഫോർ ഫാമിലീസ് വിത്ത് ചിൽഡ്രൻ, അതായത് കുട്ടികളുള്ള ഫാമിലീസിന് കുട്ടികളോട് കളിക്കാനൊക്കെ പറ്റിയ ആളാണ്. ഒബേസിറ്റി ഈസ് കോമൺ ഇഫ് നോട്ട് കൺട്രോൾഡ്. ഇവനും നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ലാബിനെ പറഞ്ഞില്ലേടാ, അവന് കറക്റ്റായിട്ട് ആഹാരം നല്ലോണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ ഒബേസിറ്റി പ്രശ്നമാണ്. ഇവിടെയും ആ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നൂടെ? റെഡിയല്ലേ? സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ. നോക്കടാ, വേർ ഡിഡ് ദ ജർമ്മൻ ഷെപ്പേർഡ് ഒറിജിനേറ്റ്? ജർമ്മനി, നമുക്ക് അറിയാമല്ലേ. അങ്ങനെ ചോദ്യമൊക്കെ വരുമോ സാറേ? എന്നാ ചോദ്യമോ സാർ ചോദിക്കുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഡോംഡ് ഫോർഹെഡ് ആൻഡ് ലോങ് കോമ്പാക്ട് മസിലാണ്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് കോട്ട് ഡസ് ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് ഹാവ്? സിംഗിൾ കോട്ടാണോ, ഡബിൾ കോട്ടാണോ, ഡബിൾ ഹെയർ കോട്ടാണോ ഉള്ളത്? അല്ലേ, ഡബിൾ ഹെയർ കോട്ടാണുള്ളത്. ഡബിൾ ഹെയർ കോട്ടാ അല്ലേ? ഓക്കെ അല്ലേടാ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് കൺസിഡർഡ് എ സീരിയസ് ഫോൾട്ട് ഇൻ ദ കളർ ഓഫ് എ ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ്? എന്താണ് പെയിൽ ആൻഡ് ഫെയർഡ് കളേഴ്സ് സീരിയസ് ഫോൾട്ട് ആണ്. വൈറ്റ് ആണെങ്കിൽ അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ജർമ്മൻ ഷെപ്പേർഡ്? ഡോം ഷേപ്ഡ് ഫോർഹെഡ് ആൻഡ് ലോങ് സ്ക്വയർ കട്ട് മസിൽ അല്ലേ. സ്ക്വയർ കട്ടർ മസിൽ, അത് തന്നെയാണ് എ ആണ് എൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ വാട്ട് ടൈപ്പ് ഓഫ് കോട്ട് ഡസ് ജർമ്മൻ ഷെപ്പേർഡ്? ജർമ്മൻ ഷെപ്പേർഡിൽ സിംഗിൾ കോട്ട്, ഡബിൾ കോട്ടും, ഡബിൾ ഹെയർ കോട്ടും അല്ലേ. ഓക്കെ. അതുപോലെ നെക്സ്റ്റ്, വാട്ട് ഈസ് കൺസിഡർഡ് ആസ് എ സീരിയസ് ഫോൾട്ട് ഇൻ ദ കളർ ഓഫ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണ്? പെയിൽ ആൻഡ് ഫെയർഡ് കളറിൽ നല്ലൊരു ഫോൾട്ട് തന്നെയാണ്. അതേസമയം സെയിം ടൈം നമുക്ക് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് അല്ലേ. ഓക്കെ. അതുപോലെ വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ലൈഫ് സ്പാൻ ഓഫ് എ ജർമ്മൻ ഷെപ്പേർഡ്? നമുക്കറിയാം 7 മുതൽ 10 വർഷമാണ്. അതുപോലെ വാട്ട് ഈസ് അനദർ നെയിം ഓഫ് ജർമ്മൻ ഷെപ്പേർഡിന്റെ മറ്റൊരു പേര് അൾസേഷൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ വേർ ഡിഡ് ദ ലാബ്രഡോറി റിട്രീവർ എവിടെ വന്നേ? കാനഡ ആൻഡ് ഇംഗ്ലണ്ടിൽ നിന്നാണ് വന്നേക്കണല്ലേ ലാബ് വന്നേക്കുന്നത്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് കളേഴ്സ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ? വൈറ്റ്, ബ്ലാക്ക്, ചോക്ലേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, പെയിൽ ക്രീം എല്ലാം വന്നിട്ടുണ്ട്. ഏതാണ്? വൈറ്റ്, പ്യൂർ വൈറ്റ് ആണെങ്കിൽ ലാബിൻ്റെ കളർ അല്ല, പെയിൽ ക്രീം കളർ തന്നെ വരണം അല്ലേ. അതുപോലെ വാട്ട് ടൈപ്പ് ഓഫ് ടെമ്പറമെന്റ് ഈസ് എ ടിപ്പിക്കൽ ഫോർ എ ലാബിനാണെന്ന് ജെന്റിൽ ആൻഡ് ഗുഡ് ടെമ്പേർഡ് ആണല്ലേ. അതുപോലെ വാട്ട് ഈസ് എ ഡിസ്റ്റിങ്റ്റീവ് ഫിസിക്കൽ ഫീച്ചർ ഓഫ് എ ലാബ്രഡോർ? ലാബിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ഒരു ഫിസിക്കൽ ഫീച്ചർ ഏതാണ് മക്കളെ? ഷോർട്ട്, ഡെൻസ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഹെയർ കോട്ടാണ് ലാബിൻ്റെ ഹെയർ കോട്ട്. അതുപോലെ വാട്ട് ഈസ് അനദർ നെയിം ഓഫ് ദ ലാബ്രഡോർ റിട്രീവർ? ഏതാണ്? സെന്റ് ജോൺസ് ഡോഗ് എന്നറിയപ്പെടുന്നത്. അതുപോലെ വാട്ട് വാസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ബ്രീഡിംഗ് ലാബ്? അതാണ് റിട്രീവിംഗ് ഗെയിം ബേർഡ്സ് വൈൽ ഹണ്ടിങ് അല്ലേ. അതുപോലെ വാട്ട് ഈസ് എ കോമൺ ഇഷ്യൂ വിത്ത് ലാബ്രഡോർ റിട്രീവേഴ്സ്? ഏതൊക്കെയാണ്? ഒബേസിറ്റി ആൻഡ് ലേസിനെസ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ. അതുപോലെ റോട്ട് വന്ന എവിടെ നിന്ന് മക്കളെ? ജർമ്മനിന്നാണ് വന്നേക്കണം അല്ലേ. നമുക്കറിയാം കഥ, ഹിറ്റ്ലറിൻ്റെ കഥ അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ടെമ്പറമെന്റ് ഓഫ് റോട്ട്? ഏതാണ്? അലേർട്ട്, കറേജിയസ് ആൻഡ് കോൺഫിഡൻറ്റ് ഡോഗാണ് റോട്ട്. അതുപോലെ വാട്ട് ഡിസ്റ്റിങ്ക്റ്റ് മാർക്കിംഗ് ഈസ് ഫൗണ്ട് ഓൺ ദ ചെസ്റ്റ് ഓഫ് എ റോട്ട് വെയിലർ? ഏതാണ്? 2 ഡൗൺവേർഡ് ഫേസിംഗ് ട്രയാങ്കുലർ ഷേപ്സ് അല്ലേ. അതുപോലെ വാട്ട് ഈസ് എ ടിപ്പിക്കൽ ലൈഫ് സ്പാൻ ഓഫ് റോട്ട് വെയിലർ? എത്ര? 9 മുതൽ 10 വർഷം. അതുപോലെ വാട്ട് ഈസ് എ പ്രൈമറി ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ഓഫ് എ റോട്ട് വെയിലർ? ഏതാണ്? വർക്കിംഗ് ഡോഗ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ വാട്ട് ആർ ദ ടിപ്പിക്കൽ കളർ ഓഫ് എ റോട്ട് വെയിലറിന്റെ കോട്ട് എന്ന് പറഞ്ഞാൽ ടാൻ ആൻഡ് ബ്ലാക്ക് ആണ് കളർ അല്ലേ. അതുപോലെ വാട്ട് ഈസ് എ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് എ റോട്ട് വെയിലർ വെൻ ഇറ്റ് കംസ് ടു ഇറ്റ്സ് ഫാമിലി? ഫാമിലി പ്രൊട്ടക്ട് അല്ല, ഫാമിലി പ്രൊട്ടക്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. വാട്ട് ക്യാൻ ഹാപ്പൻ ഇഫ് റോട്ട് വെയിൽ ഇസ് നോട്ട് പ്രോപ്പർലി ട്രെയിൻഡ്? അങ്ങനെയാണെങ്കിൽ അവൻ ഡേഞ്ചറസ് ആയിട്ട് മാറും അല്ലേ. അതുപോലെ വേർ ഡിഡ് ഡോവർമാൻ പിഞ്ചർ ഒറിജിനേറ്റ്? ഡോവർമാനും വന്നത് ഇവിടെ ജർമ്മനിയിൽ തന്നെ വന്നേക്കുന്നത്. അതുപോലെ വാട്ട് ടൈപ്പ് ഓഫ് കോട്ട് ഡസ് എ ഡോവർമാൻ പിഞ്ചർ ഹാവ്? ലോങ് അല്ല, ഷോർട്ട്, തിക്ക് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള കോട്ടാണ്. അതുപോലെ വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ലൈഫ് സ്പാൻ ഓഫ് എ ഡോവർമാൻ പിഞ്ചർ? 10 മുതൽ 14 വർഷക്കാരൻ ഡോവർമാൻ്റെ ഒരു ലൈഫ് സ്പാൻ. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് റോൾസ് ദ ഡോവർമാൻ പിഞ്ചർ പർട്ടിക്കുലർലി വെൽ സ്യൂട്ടഡ്? ഏതൊക്കെയാണ്? പോലീസ് ആൻഡ് മിലിറ്ററി വർക്കാണ് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത്. അതുപോലെ വാട്ട് ഈസ് ദ ടിപ്പിക്കൽ കളർ ഓഫ് ദ ജാപ്പനീസ് സ്പിറ്റ്സ്? സ്പാർക്ലിംഗ് വൈറ്റ് ആണ് അതിൻ്റെ കളറ്. അതുപോലെ പ്രൈമറി റോൾ ഓഫ് ജാപ്പനീസ് സ്പിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് കമ്പാനിയൻ ഡോഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ വാട്ട് ക്യാരക്ടറിസ്റ്റിക് മേക്സ് ദ ജാപ്പനീസ് സ്പിറ്റ്സ് എ റിലയബിൾ വാച്ച് ഡോഗ്? അതിന് ടെൻഡൻസി ടു ബാർക്ക്, സ്ട്രേഞ്ചേഴ്സ് വന്നാൽ കുറച്ചുകൊണ്ടേയിരിക്കുന്ന ടെൻഡൻസിയാണ് നല്ലൊരു വാച്ച് ഡോഗ് ആക്കി മാറ്റുന്നത്. അതുപോലെ വാട്ട് ഈസ് എ നോട്ടബിൾ മെയിൻ്റനൻസ് അഡ്വാൻറ്റേജ് ഓഫ് ദ ജാപ്പനീസ് സ്പിറ്റ്സ്? ഡർട്ട് പെട്ടെന്ന് അതിൻ്റെ ഇതിൽ പറ്റിപ്പിടിക്കുകയല്ലേ, അഴുക്ക് പറ്റിപ്പിടിക്കുകയില്ല, അതാണ് മെയിൻ്റനൻസ് അഡ്വാൻറ്റേജ് ഉള്ളത്. അതുപോലെ വേറിഡ് പഗ് ഒറിജിനേറ്റ് ചൈനയിലാണ് വന്നിട്ടുള്ളത്. അതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ടെമ്പറമെന്റ് ഓഫ് എ പഗ് എന്ന് പറയുമ്പോൾ ജെന്റിൽ ആൻഡ് പ്ലേഫുൾ ആണ്. അതുപോലെ വാട്ട് ഈസ് കൺസിഡേർഡ് ദ പെർഫെക്ഷൻ ഇൻ എ പഗ്സ് ടെയിൽ? 2 ഡബിൾ ടെയിൽ ഡബിൾ കർലിംഗ് ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ടെയിലായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു അല്ലേ. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് എ പഗ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്പാനിയൻ ഡോഗ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഹൗ വുഡ് യു ഡിസ്ക്രൈബ് ദ ടെമ്പറമെന്റ് ഓഫ് എ പഗ് എന്ന് പറയുമ്പോഴത്തേക്കും അഗ്രസീവ് ഒന്നും അല്ല, അവൻ നല്ല സ്ട്രോങ് വിൽഡ് ആണ്, ബട്ട് വളരെ റെയർലി ആണ് അവൻ അഗ്രസീവായിട്ട് മാറുന്നത്. അതുപോലെ വാട്ട് ഈസ് എ കോമൺ ഹെൽത്ത് ഇഷ്യൂ ദാറ്റ് പഗ് മേ ഫേസ്? ഒബേസിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവന്. സ്റ്റേറ്റ്മെന്റ് നോക്കാം, പഠിക്കാം.
ഞാൻ പറഞ്ഞു നിൽക്കുകയാണ്, കാണാൻ വയ്യ നിങ്ങൾക്ക്, കുഴപ്പമില്ല, പരീക്ഷ കണ്ടാതെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴ്ന്ന ശരിയായ പ്രസ്താവന നോക്കാം. ദ ജർമ്മൻ ഷെപ്പേർഡ് ഒറിജിനൽ ജർമ്മൻ നമുക്കറിയാം. പെയിൽ ആൻഡ് ഫെയ്ഡ് കളേഴ്സ് കൺസിഡേർഡ് ഐഡിയൽ ഇൻ ജർമ്മൻ ഷെപ്പേർഡ്. തെറ്റ്. പെയിൽ അല്ലെങ്കിൽ ഫെയ്ഡ് കളർ ആണെങ്കിൽ അതത്ര നല്ലതല്ല. ജർമ്മൻ ഷെപ്പേർഡ് ആർ ടിപ്പിക്കലി സ്മാൾ സൈസ് ഡോഗ്സ്. തെറ്റ്. അപ്പോൾ ഏതാണ് കറക്റ്റ്? സി, 1 മാത്രം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. ജർമ്മൻ ഷെപ്പേർഡ് ഈസ് ആൾസോ നോൺ ആസ് അൽസേഷ്യൻ. ശരിയായ പ്രസ്താവന. അതുപോലെ ജർമ്മൻ ഷെപ്പേർഡ്സ് ക്യാൻ ബി ട്രെയിൻഡ് ഫോർ വേരിയസ് റോൾസ് ഇൻക്ലൂഡിംഗ് പോലീസ് വർക്കും അതുപോലെ അസിസ്റ്റൻസ് ഫോർ ദ ഹാൻഡിക്യാപ്ഡ്. എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലാത്ത പട്ടിയാണ്. അപ്പോൾ രണ്ടും ശരിയാണ്, തെറ്റായ പ്രസ്താവന ഇല്ല തന്നെ. അപ്പോൾ ഉത്തരം ഡി. അതുപോലെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴ്ന്ന ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് ലാബ്രഡോർ റിട്രീവേഴ്സ് ഒറിജിനേറ്റഡ് ഇൻ കാനഡ അല്ലെ. കാനഡയിൽ ഇംഗ്ലണ്ടിലാണ് ലാബ് വന്നിട്ടുള്ളത്. ശരിയാണ്. ദ ഓൺലി ആക്സെപ്റ്റബിൾ കളേഴ്സ് ഫോർ ലാബ്രഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക്, ചോക്ലേറ്റ് ആൻഡ് പെയിൽ ക്രീമാണ്. ശരിയായ പ്രസ്താവനയാണ്. ലാബ്രഡോർ റിട്രീവേഴ്സ് ആർ കൺസിഡർഡ് ലേസി ആൻഡ് ഡു നോട്ട് നീഡ് എക്സസൈസ്. തെറ്റ്. അവ എക്സസൈസ് അവയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന 3 ശരി 1 2 എ ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് റോട്ട് വീലർ ഒറിജിൻ ജർമ്മനി. ശരിയാണ്. റോട്ട് വന്നിരിക്കുന്ന ജർമ്മനിയിൽ തന്നെയാണ്. ശരിയാണ്. റോട്ട് വീലേഴ്സ് ആർ നോൺ ഫോർ ദെയർ ടിമിഡ് ആൻഡ് ഷൈ നേച്ചർ. നോ, അതിന് വേണ്ടിയിട്ടല്ല അവർ അറിയപ്പെടുന്നത്. അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. റോട്ട് വീലേഴ്സ് ഹാവ് എ നാച്ചുറൽ ഇൻസ്റ്റിങ് ടു പ്രൊട്ടക്ട് ദെയർ ഫാമിലി. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ബി ആണ്. 2 ഓൺലി. തെറ്റ് 2 മാത്രമാണ്. ഇനി നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴ്ന്ന ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. ഡോബർമാൻ പിൻഷേഴ്സ് ഹാവ് ഷോർട്ട് തിക്ക് ആൻഡ് സ്മൂത്ത് ഹെയർ കോട്ട്. ശരിയായ പ്രസ്താവന. ഡോബർമാൻ പിൻഷർ ആർ ഈസി ടു ട്രെയിൻ ബട്ട് മേ നോട്ട് ഗെറ്റ് അലോങ് വെൽ വിത്ത് അതർ ഡോഗ്സ്. ശരിയായ പ്രസ്താവന അല്ലേ. അവൻ ട്രെയിൻ ചെയ്യാൻ എളുപ്പമാണ്, എന്നാൽ കൂടി അവൻ മറ്റുള്ള പട്ടികളുടെ അടുത്ത് വിട്ടാൻ പ്രശ്നം ഉണ്ടാക്കും അല്ലേ. അതുപോലെ ഡോബർമാൻ പിൻഷർ ഈസ് വെൽ സ്യൂട്ടഡ് ഫോർ പോലീസ് ആൻഡ് മിലിറ്ററി വർക്ക്. അതും ശരിയായ പ്രസ്താവന. ശരി ചോദിച്ചിരിക്കുന്നു. ആൾ ഓഫ് ദ എബോവ്. ഡി ആണ് ശരി. ഡി ആണ് ആൻസർ. ഓക്കെ അല്ലേടാ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് വളരെ നന്നായിട്ടൊന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. നിങ്ങൾ അടിയന്തരമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒരു 10-12 പോയിന്റ് മാത്രമേ ഈ ക്ലാസ്സിലുള്ളൂ. അത് പഠിച്ചിരുന്നാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഈ പട്ടികളെല്ലാം നമ്മൾ നിരന്തരം കാണുന്നതാണ്, കേൾക്കുന്നതാണ് അല്ലേ. അതെല്ലാം നമുക്ക് ഇന്റർ കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം 1 മാർക്കാണ്. ആ 1 മാർക്ക് നമുക്കൊന്ന് മേടിക്കണം. അപ്പോൾ അടുത്ത 1-2 ക്ലാസ്സോടുകൂടി നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുകയാണ്. നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവട്ടെ, സർവേശ്വരൻ തരട്ടെ. നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എല്ലാവരും. അത് മാത്രമാണ് പറയുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.